മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. നമുക്കറിയാം ആ ഓപ്ഷൻ പക്ഷേ എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അറ്റൈൻ ചെയ്യണം അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം 75% മാർക്സ് ക്യുമുലേറ്റീവായി 3 ഇയറിന്റെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ 3 വർഷത്തെ റിസൾട്ടിൽ 75% മാർക്കുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ അവർക്ക് റിസർച്ചിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോജക്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ വളരെ താല്പര്യമുണ്ട്, അത്തരത്തിലുള്ള നല്ല രീതിയിൽ ഹയർ സ്റ്റഡീസിലൊക്കെ ഒരു സബ്ജക്റ്റിൽ മുന്നേറാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. 4 ഇയർ UG പ്രോഗ്രാം, UG ഹോണേഴ്സ് വിത്ത് റിസർച്ച്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാം, ക്യാൻ ജോയിൻ ഫോർ PhD വിത്തൗട്ട് PG. ഡയറക്റ്റ്ലി അവർക്ക് PhDയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു പ്രൊഫഷനാണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 ഓപ്ഷനുകളാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഒന്നുകിൽ അവർക്ക് 3 വർഷ ഡിഗ്രി കഴിഞ്ഞ് ഒരു ഓർഡിനറി ഡിഗ്രി സർട്ടിഫിക്കറ്റ് അക്യൂർ ചെയ്യാം, അതല്ലെങ്കിൽ 4 ഇയർ ഹോണേഴ്സ് ഡിഗ്രി, അതുമല്ലെങ്കിൽ ഹോണേഴ്സ് വിത്ത് റിസർച്ച്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, UG ഹോണേഴ്സ് എന്ന് പറയുന്നതും UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്നതും രണ്ടും ഡ്യൂറേഷൻ 4 വർഷം തന്നെയാണ്. പക്ഷെ അവര് ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ പോലെ അവർക്ക് ആ ഒരു 75% മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമേ UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന ഓപ്ഷനിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം മേജറായിട്ട് നമുക്ക് കാണുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഓപ്ഷനുകളാണ്. സാധാരണ നമ്മളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഒരു ഡ്യൂറേഷനിലേക്ക് പഠിക്കുന്നു, അതിനുശേഷം എല്ലാവരും ഒരുപോലെ എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണുന്ന ആ ഒരു വ്യത്യാസം ഇതാണ് മേജറായിട്ട്. ഈ മൂന്ന് വർഷവും 3 രീതിയിൽ കുട്ടികളെ നമുക്ക് എക്സിറ്റ് രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയും. ഇനി ചില പേരുകൾ മാത്രം ഞാൻ നിങ്ങളോട് മെൻഷൻ ചെയ്യാൻ. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരുപാട് പേരുകൾ, ക്രെഡിറ്റുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഞാൻ ഗ്രാജുവലി നിങ്ങളതിലേക്ക് കൊണ്ടുവരാം. ആദ്യം സിമ്പിളായിട്ട് മേജർ, മൈനർ എന്നുള്ള പേരുകൾ നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അത് പേരുകൾ, നെയിം ടെർമിനോളജികളിൽ ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. നമ്മൾ മെയിൻ എന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നമ്മുടെ മേജർ സബ്ജക്റ്റ് ഏതാണോ, അപ്പോൾ നമ്മൾ BA ഹിസ്റ്ററിക്ക് ജോയിൻ ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററിയാണ് അവരുടെ മേജർ എന്ന് പറയുന്നത്. മൈനർ എന്ന് പറയുന്നത് മേജറിന്റെ കൂടെ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എടുക്കാവുന്ന ഓപ്ഷൻസ് ആണ് മൈനർ. ഹിസ്റ്ററിയുടെ കൂടെ എക്കണോമിക്സോ അല്ലെങ്കിൽ ഫിസിക്സിന്റെ കൂടെ മാത്സോ അങ്ങനെയുള്ള എടുക്കുന്ന ചില പേപ്പേഴ്സ് ആണ്, ചില കോഴ്സസ് ആണ്, പ്രോഗ്രാമാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ FIUGP നമുക്കറിയാം സ്കിൽ പാർട്ടിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ്. കുട്ടികളുടെ വിവിധ രീതിയിലുള്ള അബിലിറ്റീസ്, കപ്പാസിറ്റീസ് എൻഹാൻസ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കരിക്കുലം ട്രാൻസ്ലാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും അക്കാഡമിക്സും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കുറക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള വിവിധ തരത്തിലുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, വാല്യൂ ആഡഡ് കോഴ്സ്, ഇങ്ങനെയുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്, പല രീതിയിലുള്ള കോഴ്സുകൾ ഇതിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വിവിധ സെമസ്റ്ററുകളിലായിട്ട് വിവിധ സബ്ജക്റ്റുകളിൽ അവർക്ക് ആ കോഴ്സുകൾ അവർക്ക് അത് ലഭിക്കുന്നതാണ്. ഈ FIUGPയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഈ മേജർ മൈനർ സെലക്ഷൻ എന്നുള്ളത്. മേജറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആൾറെഡി അറിയാം, ഏത് വിദ്യാർത്ഥിയാണെങ്കിലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആദ്യം തന്നെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്. അവർ ആൾറെഡി അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് അതല്ലെങ്കിൽ ഈ ഒരു ഡിഗ്രി കാലയളവിലേക്ക് വരുന്നത് തന്നെ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പോലെ എല്ലാ കുട്ടികളും ഒരുപോലെ മേജറിനെ കൂടെ ഉണ്ടായിരുന്ന സബ്ജക്റ്റ് ഒരുപോലെ പഠിക്കുന്നവരല്ല എന്നുള്ളതാണ് ഈ FIUGPയിലെ ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് യൂണിവേഴ്സിറ്റി ഉപയോഗിക്കുന്ന പേരുകൾ പോലും ചില കൺഫ്യൂസിങ് ആണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരർത്ഥത്തിൽ സിംഗിൾ മേജർ എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ.
സത്യത്തിൽ ഡബിൾ മേജർ ഒഴികെ എല്ലാം ഒരു സിംഗിൾ മേജർ കാറ്റഗറി തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രസന്റേഷനിൽ നിങ്ങൾക്ക് ഒരു വളരെ സിമ്പിൾ ആയിട്ട് പ്രായോഗിക തലത്തിൽ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, എങ്ങനെയാണ് അത് നമ്മൾ പേര് കൊടുക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ഒരു ഓപ്ഷൻ മേജർ വിത്ത് 1 മൈനർ. മേജറിന്റെ കൂടെ നമ്മൾ ഒരു മൈനർ മാത്രം പഠിക്കുന്ന, ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കുന്ന ഒരു ഓപ്ഷനാണ്. അവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സെമസ്റ്റർ 1, സെമസ്റ്റർ 2, സെമസ്റ്റർ 3, ഈ 3 സെമസ്റ്ററുകളിലായിട്ടുള്ള 6 കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പേപ്പർ എന്നുള്ളതിലും ഇപ്പോഴത്തെ ടെർമിനോളജിയാണ് കോഴ്സ് എന്ന് പറയുന്നത്. സെമസ്റ്റർ 1 2 കോഴ്സുകൾ, സെമസ്റ്റർ 2 2 കോഴ്സുകൾ, സെമസ്റ്റർ 3 3 കോഴ്സുകൾ, സെമസ്റ്റർ 3 2 കോഴ്സുകൾ, അങ്ങനെ ടോട്ടൽ 6 കോഴ്സുകൾ. എൻ്റെ സ്ലൈഡിൽ കാണാം സെമസ്റ്റർ 1. ഞാനവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. BSc ഫിസിക്സ് മേജറായി എടുക്കുന്ന, മേജറിന് A എന്ന് ജസ്റ്റ് നെയിമിങ് കൊടുത്തു. മൈനറിന് മാത്സ് ആയിട്ട് മൈനർ എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഞാൻ B എന്നൊരു പേരും കൊടുത്തു. A എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്, B എന്ന് പറയുന്നത് ആ കുട്ടി ചൂസ് ചെയ്യുന്ന മൈനർ മാത്സ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി മേജറിന്റെ കൂടെ, അതായത് ഫിസിക്സിന്റെ കൂടെ ഒരു മൈനർ മാത്രം പഠിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് ആ കുട്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ കാണാം. അപ്പം BA എക്കണോമിക്സ് എടുക്കുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന 2 മൈനർ എടുക്കുന്നതിന് പകരം BA എക്കണോമിക്സിന്റെ കൂടെ ഒരു സബ്ജക്റ്റ് മാത്രം, ഹിസ്റ്ററി മാത്രം പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ BSc ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ ഫിസിക്സിന്റെ കൂടെ മാത്തമാറ്റിക്സ് മാത്രം പഠിക്കാം. അതല്ലെങ്കിൽ BSc കെമിസ്ട്രി പഠിക്കുന്ന കുട്ടിക്ക് കെമിസ്ട്രിയുടെ കൂടെ മാത്തമാറ്റിക്സ് മാത്രം പഠിക്കാം. ഈ ഓപ്ഷൻസ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ കരിയറിൽ കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത്, കുട്ടിക്ക് ജോബുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആസ്പിറേഷൻസ് ആണുള്ളത്, കുട്ടിയുടെ ലൈഫിൽ ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഹയർ സ്റ്റഡീസ് ആണ് കുട്ടി നോക്കുന്നത്, ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ കുട്ടി ഈ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മേജറിന്റെ കൂടെ എന്ത് മൈനർ എടുക്കണം, ഏത് രീതിയിൽ മൈനർ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സെമസ്റ്റർ 1 ഞാൻ BB എന്ന് കാണിച്ചു. അതിനർത്ഥം സെമസ്റ്റർ 1 ഈ കുട്ടി പഠിക്കുന്ന ഫിസിക്സിന്റെ കൂടെ പഠിക്കുന്ന മാത്സ് എന്ന പേപ്പർ, മാത്സ് എന്ന കോഴ്സ് 2 എണ്ണം പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സെമസ്റ്റർ 2 ഇതേ സബ്ജക്റ്റ് ഈ കുട്ടി 2 എണ്ണം പഠിക്കുന്നു. സെമസ്റ്റർ 3 ഈ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി വീണ്ടും ഇതേ സബ്ജക്റ്റ് പഠിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം ഫിസിക്സിന്റെ കൂടെ ഈ കുട്ടി മാത്തമാറ്റിക്സ് 6 കോഴ്സുകൾ, 6 പേപ്പറുകൾ പഠിക്കുന്നു. ഈ ഒരു ചേഞ്ച് ആണ് യഥാർത്ഥത്തിൽ, ഈ ഒരു 6 കോഴ്സിലുള്ള ചേഞ്ച് ആണ് നമ്മൾ പല പേരുകളിൽ പറയുന്നത്. ഇവിടെ കുട്ടിയുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മേജറിന്റെ കൂടെ ഒരൊറ്റ മൈനർ, ഒരൊറ്റ സബ്ജക്റ്റ് മാത്രം പഠിക്കുക. ഏകദേശം മേജറിന്റെ ആ ഒരു പേര് നമുക്കറിയാം. ഇപ്പൊ ഇവിടെ ഫിസിക്സ് വിത്ത് മൈനർ മാത്സ്. ബാക്കിയുള്ളത് എല്ലാം ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെയായിരിക്കും. ഇപ്പൊ ഞാൻ ആ ഫസ്റ്റ് സെമസ്റ്ററിന്റെ സ്ട്രക്ചർ താഴെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചില കുട്ടികളൊക്കെ നമുക്കറിയാം ഡിഗ്രി അഡ്മിഷൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് 2 സബ്ജക്റ്റിനോട് ചിലപ്പോൾ ഒരു ഇഷ്ടം തോന്നാം. അവർക്ക് കരിയറിൽ അതിലൂടെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ്. അപ്പൊ ഇവിടെ BA മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നു മലയാളത്തിന് മേജർ എടുത്ത് പഠിക്കണം, എന്നാൽ ആ കുട്ടിക്ക് ഇംഗ്ലീഷും പഠിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാത്വേ ആണ് ഏറ്റവും നല്ലത്. മേജറിന്റെ കൂടെ ഒരു മൈനർ മാത്രം പഠിക്കുന്ന ഒരു ഓപ്ഷൻ. മേജറിന്റെ കൂടെ ഒരു മൈനർ. ആ മൈനർ എന്താണ്? ആ മൈനറിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് സെമസ്റ്ററിലെ 2 പേപ്പർ, സെക്കൻഡ് സെമസ്റ്ററിലെ 2 പേപ്പർ, തേർഡ് സെമസ്റ്ററിലെ 2 പേപ്പർ. ഈ 6 പേപ്പറാണ് നമ്മളുടെ മൊത്തം സ്ട്രക്ചറിന്റെ വിവിധ രീതിയിൽ നമ്മൾ പറയുന്നത്. ഈ കുട്ടിയുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മേജറിന്റെ കൂടെ എടുക്കുന്ന ഈ മൈനർ പേപ്പർ. ഇപ്പൊ ഇംഗ്ലീഷിന്റെ കൂടെ ഈ കുട്ടി അല്ലെങ്കിൽ മലയാളത്തിന്റെ കൂടെ BA മലയാളം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷ് രണ്ടും ഒരുപോലെ പഠിക്കണമെന്ന് ആഗ്രഹിച്ച കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു? BA മലയാളം എടുത്തു.
അതിൻ്റെ കൂടെ സിംഗിൾ മൈനർ, ഒരു മൈനർ മാത്രം പഠിക്കുന്ന ഒരു ഓപ്ഷനാണ് എടുത്തത്. അപ്പോൾ ആ കുട്ടിക്ക് മലയാളം ഇതേപോലെ സെമസ്റ്റർ 1 2 മലയാളം പഠിക്കേണ്ടതുണ്ട്, സെമസ്റ്റർ 2 2 കോഴ്സ് 2 പേപ്പർ മലയാളം, സെമസ്റ്റർ 3 2 പേപ്പർ മലയാളം. ഈ ഒരു പാത്വേ ആണ് നമുക്ക് പറയുന്ന ഒരു മേജറിന്റെ കൂടെ ഒരു മൈനർ മാത്രം പഠിക്കുന്ന ഒരു പാത്വേ എന്ന് പറയുന്നത്. അടുത്ത ഒരു ഓപ്ഷൻ മേജറിന്റെ കൂടെ 2 മൈനേഴ്സ് പഠിക്കുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നു. BA ഹിസ്റ്ററി മേജർ എടുക്കുന്നു വിത്ത് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ്. ഹിസ്റ്ററി നമ്മൾ A എന്ന് കാണിച്ചു, എക്കണോമിക്സ് B എന്ന് കാണിച്ചു, പൊളിറ്റിക്സ് C എന്ന് കാണിച്ചു. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറെക്കുറെ നമ്മൾ നിലവിലുണ്ടായിരുന്ന ഒരു രീതി എന്ന് വേണമെങ്കിൽ പറയാം. മേജറിന്റെ കൂടെ 2 മൈനറുകൾ പഠിക്കുന്ന ഒരു ഓപ്ഷൻ. ഇപ്പോൾ പക്ഷെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏത് മൈനറുകളും ഓപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആ കോളേജിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മൈനേഴ്സ് ഓഫർ ചെയ്യുന്നു അതിൽ ഏത് കോമ്പിനേഷൻസും വേണമെങ്കിൽ ആ കുട്ടികൾക്ക് എടുക്കാം. ഇപ്പൊ രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് മേജർ വിത്ത് 2 മൈനേഴ്സ്, 2 മൈനർ കൂടെ പഠിക്കുന്ന ഒരു ഓപ്ഷൻ, 2 സബ്ജക്റ്റുകൾ. ഇപ്പൊ ഫിസിക്സിന്റെ കൂടെയാണെങ്കിൽ മാത്തമാറ്റിക്സും കെമിസ്ട്രിയും പഠിക്കാം. അപ്പൊ അവിടെ അതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് സെമസ്റ്റർ 1 ഒരു പേപ്പർ എക്കണോമിക്സ് വരുന്നു, ഇവിടെ ഒരു പേപ്പർ പൊളിറ്റിക്സ് വരുന്നു. സെമസ്റ്റർ 2 അതുപോലെ തന്നെ ഒരു എക്കണോമിക്സും ഒരു പൊളിറ്റിക്സും, 3 അതുപോലെ തന്നെ ഒരു എക്കണോമിക്സും ഒരു പൊളിറ്റിക്സും. ഇതുപോലെ ഒരു സ്ട്രക്ചർ ആയിക്കൊണ്ട് 3-3 എന്നുള്ള ഒരു പ്രൊപ്പോർഷൻ. നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞ പാർട്ടിയിൽ 6 കോഴ്സുകളും 6 പേപ്പറുകളും ഒരു സബ്ജക്റ്റിൽ അടക്കുന്നു. നമ്മൾ മൈനറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മേജർ എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ്. ഇനി എന്താണ് ഇവിടെ ഈ മൈനർ സെമസ്റ്റർ 1 2 സബ്ജക്റ്റുകളിൽ നിന്ന് എടുക്കുന്നു, 2 സബ്ജക്റ്റിൽ നിന്ന് എടുക്കുന്നു, 3 3 സബ്ജക്റ്റുകൾ എടുക്കുന്നു. ഇങ്ങനെയാണ് മറ്റൊരു ഓപ്ഷൻ. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പാത്വേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ക്ലിയർ ആണ്, ആ കുട്ടി മേജറിന്റെ കൂടെ 2 മൈനറുകളാണ് എടുക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്കറിയാം ഈ ഫിസിക്സ്, സയൻസ്, നോൺ സയൻസ് വേണമെങ്കിൽ കുട്ടികൾക്ക് ഓപ്ഷനുകൾ ഉണ്ട്. ഇപ്പൊ ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഹിസ്റ്ററി വളരെ താല്പര്യമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ ഫിസിക്സിന്റെ കൂടെ മാത്സും ഹിസ്റ്ററിയും വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അത് കുട്ടിയുടെ ഒരു ചോയ്സ് ആണ്. പക്ഷെ ആ എടുക്കുന്നത് 2-3 കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. കാരണം ഒന്ന്, അവർക്ക് ആ മേജർ സബ്ജക്റ്റിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നതാണോ അവർ ചൂസ് ചെയ്യുന്ന മൈനർ എന്നുള്ളതാണ് ഒന്ന്. അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആസ്പിറേഷൻ, ഒരു ജോബുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പോൾ ഒരു കുട്ടിക്ക് മലയാളവും ഇംഗ്ലീഷും ഒരുപോലെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, ഞാൻ പറഞ്ഞു അതിൽ ആ കുട്ടി മേജറിന്റെ കൂടെ ഒരു മലയാളം, ഫുൾ മലയാളം പഠിക്കുന്ന രീതി, 6 പേപ്പർ മലയാളം പഠിച്ചുകൊണ്ട് ആ കുട്ടിക്ക് നല്ലൊരു ഇംഗ്ലീഷ് മലയാളം നോളജുള്ള ഒരു കുട്ടിയായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു ഓപ്ഷൻ മേജർ വിത്ത് 1 മൈനർ എന്ന് പറയുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 6 പേപ്പർ, ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ 4 ക്രെഡിറ്റ് ആണ്. അങ്ങനെ നമുക്ക് ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ 2 പേപ്പർ, സെക്കൻഡിൽ 2, തേർഡിൽ 2 ഇങ്ങനെ എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കോഴ്സിൽ PGക്ക് പോവാം എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. ഞാൻ ഫസ്റ്റ് കാണിച്ച എക്സാമ്പിളിൽ 6 കോഴ്സുകളും ഒറ്റ സബ്ജക്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് PGക്ക് പോവാം. ഇപ്പൊ ഇവിടെ PG റെഗുലേഷൻ നമുക്ക് വന്നിട്ടില്ല, എന്നാൽ പോലും UGCയുടെ റെഗുലേഷനിൽ അത് ക്രെഡിറ്റുകൾ പറയുന്നത്, ഇപ്പൊ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് 24 ക്രെഡിറ്റ് കൊണ്ട് മാത്രം PGക്ക് പോകാൻ പറ്റില്ല, ഒരു 2 പേപ്പർ കൂടെ വേണം. അതായത് 4th ഇയറിൽ ഈ കുട്ടി വീണ്ടും 2 പേപ്പറും കൂടെ ആ മൈനറിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഇവിടെ നമുക്ക് കാണുന്ന 6 4 24 ആവും. പിന്നെ 2 പേപ്പർ കൂടെ പഠിക്കുമ്പം 8 ക്രെഡിറ്റ് കൂടെ കുട്ടി കിട്ടും. അങ്ങനെ 32 ക്രെഡിറ്റ് ഉള്ള ഒരു മൈനർ ആ കുട്ടിക്ക് അക്വയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ കുട്ടിക്ക് വേണമെങ്കിൽ ഒരു PGക്ക് ആ മൈനറിലും വേണമെങ്കിൽ PGക്ക് പോവാം, മേജറിലും PGക്ക് പോവാം. ആ ഒരു ഓപ്ഷൻ ആ കുട്ടിക്ക് കിട്ടുന്നു. യഥാർത്ഥത്തിൽ 6 വർഷം കൊണ്ട് വേണമെങ്കിൽ കുട്ടിക്ക് ഒരു ഡിഗ്രിയും 2 PGയും വേണമെങ്കിൽ കരസ്ഥമാക്കാം. ഉദാഹരണത്തിന് ഫിസിക്സ് വിത്ത് മേജർ വിത്ത് മൈനർ മാത്സ് എടുത്തൊരു കുട്ടിക്ക് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പാത്വേ ചൂസ് ചെയ്യുകയാണെങ്കിൽ 4 വർഷം കൊണ്ട് ഈ ഹോണേഴ്സ് ഡിഗ്രി ആ കുട്ടിക്ക് കിട്ടുന്നു. അതിനുശേഷം 1 വർഷത്തെ PG ഫിസിക്സ്
പിന്നെ ആ കുട്ടി പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഫിസിക്സ് PG കിട്ടുന്നു. അതിനുശേഷം ആ കുട്ടി 1 വർഷത്തെ മാത്സ് PGക്കും ആ കുട്ടിക്ക് ജോയിൻ ചെയ്യും. അങ്ങനെ 6 വർഷം കൊണ്ട് ആ കുട്ടിക്ക് 1 ഡിഗ്രിയും 2 PGയും വേണമെങ്കിൽ കരസ്ഥമാക്കാം. ആ രീതിയിൽ ആ കുട്ടി ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കുള്ള ഓപ്ഷൻ ആ മൈനർ ഫുൾ പേപ്പറും ഒരേ സബ്ജക്റ്റിൽ നിന്ന് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഓപ്ഷൻ ആ പേപ്പർ 6 പേപ്പറിനെ 6 കോഴ്സസിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഹാഫും ആയിട്ടാണ് പോകുക. നമുക്കറിയാം 3 പേപ്പർ ഒരു സബ്ജക്റ്റിൽ നിന്ന് എടുക്കുന്നു, 3 പേപ്പർ മറ്റൊരു സബ്ജക്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഈ രണ്ടും ക്ലിയർ ആയി കഴിഞ്ഞെങ്കിൽ ഞാൻ അടുത്ത പാർട്ടിയിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മൂന്നാമതൊരു ഓപ്ഷൻ. മൂന്നാമത് നമുക്കറിയാം ഈ പറഞ്ഞ പോലെ 6 പേപ്പേഴ്സ് ആണ്, 6 കോഴ്സസ് ആണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സെമസ്റ്ററുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് കിടക്കുന്നത്. ഇവിടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കുട്ടി ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മേജറിന് കൂടെ വിവിധ സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ട് ഹൈലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ജോബ്, ഒരു കാലിബർ ഉള്ള ഒരു ആസ്പിറേഷൻസ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിക്ക് ഏറ്റവും നല്ലൊരു പാത്തുകയാണിത്. ഇവിടെ നമുക്കറിയാം മേജറിന്റെ കൂടെ 6 ഡിഫറെന്റ് സബ്ജക്ട്സ് അല്ലെങ്കിൽ 6 ഡിഫറെന്റ് കോഴ്സസ് ആണ് ആ കുട്ടി ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ കാണിച്ചു. BSc ഫിസിക്സ് മേജർ എടുത്തൊരു കുട്ടി, ആ കുട്ടിക്ക് മാത്സ് പഠിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്, കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്, ബോട്ടണി പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ 6 ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഈ കുട്ടിക്കുള്ളത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിവിധ സബ്ജക്റ്റുകളിലുള്ള ഒരു ചെറിയ അറിവ് നേടാനുള്ള ആ കുട്ടിക്ക് പ്രാപ്തമാക്കുന്ന രീതിയിൽ ഇത് നമുക്ക് പല സബ്ജക്റ്റുകളും പല കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലത് കണ്ടിന്യൂറ്റി ഉള്ളതാവാം, ചിലത് കണ്ടിന്യൂറ്റി ഇല്ലാത്തതാവാം. കുട്ടി ആണ് അത് ചൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല പേപ്പേഴ്സ് അത് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 6 ഡിഫറെന്റ് കോഴ്സസ്, അത് ഏത് കോമ്പിനേഷനിലും ആ കുട്ടിക്ക് എടുക്കാം. അതിൽ ഞാനൊരു സ്ട്രക്ചർ ചെയ്തുകൊണ്ട് 6ഉം ഡിഫറെന്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ആ കുട്ടിക്ക് ഡിഫറെന്റ് അല്ലാത്ത രീതിയിലും പോവാം. ഉദാഹരണത്തിന് ഇവിടെ 6 ഡിഫറെന്റ് എന്നുള്ളതിന് പകരം ഒരു 4 ഡിഫറെന്റ് ആണെങ്കിൽ ആക്കാം. കാരണം 2 എണ്ണം വേണമെങ്കിൽ ഒരുപോലെ എടുക്കുന്നു. ഇപ്പൊ Bയും Cയും ഇപ്പൊ ഫസ്റ്റ് ഇയർ ആ കുട്ടി 2 പഠിച്ചു, മാത്സ് 2 പേപ്പർ പഠിക്കുന്നു, പിന്നീട് പഠിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അതല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ 2 എണ്ണം ഡിഫറെന്റ് ആയിട്ട് പഠിച്ചു, സെക്കൻഡിൽ ആ കുട്ടി ഒരുപോലെയുള്ള വേണമെങ്കിൽ എടുക്കാം. അപ്പം 6 ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആവാം, അല്ലെങ്കിൽ ആ 6നെ ഏത് രീതിയിലുള്ള കോമ്പിനേഷൻസിനും ആ കുട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു മൈനർ എന്നുള്ള ഒരു സിംഗിൾ മൈനർ എന്നോ അല്ലെങ്കിൽ 2 മൈനർ എന്നുള്ള ഓപ്ഷൻ അല്ല, ഒരുപാട് പേപ്പേഴ്സ്, 6 ഡിഫറെന്റ് പേപ്പേഴ്സ്, 6 ഡിഫറെന്റ് കോഴ്സസ് ആ കുട്ടി ചൂസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു രീതിയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ, അതിന്റെ കുട്ടികൾക്ക് എന്താണെങ്കിലും തുടക്കം ഫസ്റ്റ് സെമസ്റ്ററിലാണല്ലോ. ഫസ്റ്റ് സെമസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവർക്കുള്ളത് ഇത്രയും 6 പേപ്പറുകളാണ്, 6 കോഴ്സുകളാണ് അവർക്ക് പഠിക്കാനുള്ളത്. അതിൽ AIC എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, AIC 2 എന്ന് പറയുന്നത് അഡീഷണൽ ലാംഗ്വേജ്. ഈ 2 പേപ്പേഴ്സും അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്. അതുപോലെ തന്നെ MDC എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. MDC കോഴ്സ് എന്ന് പറയുന്നത് സ്വന്തം ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത ഏത് ഡിപ്പാർട്ട്മെന്റിനും കുട്ടിക്ക് ഒരു കോഴ്സ് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും എടുക്കേണ്ടതുണ്ട്. അതാണ് MDC എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന മേജർ കോഴ്സ് എന്ന് വരുന്നു. പിന്നെ മൈനറിനുള്ള 2 നേരത്തെ നമ്മൾ പറഞ്ഞ പാത്വേ നിർണ്ണയിക്കുന്ന ആ 2 കോഴ്സുകൾ വരുന്നു. ഇങ്ങനെ ആ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള കുട്ടിക്ക് ഫസ്റ്റ് ഇംഗ്ലീഷ് പഠിക്കുന്നു, അഡീഷണൽ ലാംഗ്വേജ്, കുട്ടിക്ക് ഇഷ്ടമുള്ള മലയാളമോ ഹിന്ദിയോ അറബിയോ അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കുന്നു. MDC എന്ന് പറഞ്ഞാൽ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത ഏത് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും ആ കുട്ടിക്ക് ചൂസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ മേജറിന്റെ ഒരു കോഴ്സ് വരുന്നു. ദെൻ മൈനറിൽപ്പെട്ട 2 കോഴ്സുകൾ. ഇത്രയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ ആ കുട്ടിക്ക് ഓപ്ഷനുകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കുട്ടി എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്കറിയാം മേജർ എന്താണെങ്കിലും ഫിക്സ്ഡ് ആണ് ആ കുട്ടിക്ക്.
മൈനർ ആണ്. ആ മൈനർ 2 പേപ്പർ ആ കുട്ടിക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. MDC സ്വന്തം ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത ഏത് ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. AEC അഡീഷണൽ ലാംഗ്വേജ്, ദെൻ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഇംഗ്ലീഷ് മറ്റൊന്ന്. ഇത്രയാണ് അതിലെ മേജർ ആയിട്ടുള്ള ആ ഓപ്ഷൻസ് കുട്ടികൾക്ക് വരുന്നത്. അപ്പൊ ആ 3 പാത്ത് വേസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാത്ത് വേ. അതിൽ നമുക്കറിയാം പിന്നെ വരുന്നത് ഡബിൾ മേജർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അത് വളരെ കുറഞ്ഞ കോളേജുകളിലുള്ള ഒരു ഓപ്ഷനാണ്. 2 സബ്ജക്റ്റുകൾ മേജർ ആയിക്കൊണ്ട് തന്നെ പഠിക്കാവുന്ന, അവിടെ അവർക്ക് മൈനർ പൂളുകളില്ല, ഫുൾ മേജർ പേപ്പേഴ്സ് ആണ്. ഫ്ലെക്സിബിലിറ്റി കുറച്ച് കുറഞ്ഞ ഒരു ഓപ്ഷനാണ് ഫുൾ ഡബിൾ മേജർ എന്ന് പറയുന്നത്. പിന്നീട് അവർക്ക് വരുന്നത് വൊക്കേഷണൽ മൈനർ, കുറച്ചും കൂടെ ഒരു സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള മൈനറുകൾ ഓഫർ ചെയ്തുകൊണ്ട് പല ഡിപ്പാർട്ട്മെന്റുകളും പല ബോർഡ് ഓഫ് സ്റ്റഡീസും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ നമ്മൾ VHSC +2 എന്ന് പറയുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് അതേപോലെ തന്നെയുള്ള 2 മൈനർ, ഒന്ന് വൊക്കേഷണൽ മൈനർ, അവർക്ക് കുറച്ചുകൂടെ ഒരു ജോബ് ഓറിയന്റഡ് ആയി കുറച്ചുകൂടെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള മൈനറുകൾ, ഒരു സ്കിൽ പാർട്ട് കുറച്ചുകൂടെ കൂടിയിട്ടുള്ള മൈനേഴ്സ് ഓഫർ ചെയ്യുന്ന പല ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്, പല സബ്ജക്ട്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ വരുന്നതാണ് വൊക്കേഷണൽ മൈനർ എന്ന് പറയുന്നത്. മേജറിന്റെ കൂടെ ഒരു വൊക്കേഷണൽ മൈനർ എന്ന് പറയുന്ന ചൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ. ഇതുപോലെ തന്നെയാണ് അതും. ഈ ഓപ്ഷൻ എടുക്കുന്നത് മൈനറിലെ 6 പേപ്പർ അവർക്ക് എടുക്കാം, അതല്ലെങ്കിൽ 3 വൊക്കേഷണൽ മൈനർ കോഴ്സ് അവർക്ക് എടുക്കാം. മൈനർ ചൂസ് ചെയ്യുന്ന അതുപോലെ തന്നെയുള്ള ഒരു ഓപ്ഷനാണ് അവർക്ക് അതിലുള്ളത്. ഇനി ഞാൻ അതിൻ്റെ ഒരു ജനറൽ ഫീച്ചേഴ്സിലേക്ക് പോവാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പക്ഷെ ആ കോർ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാത്വേയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ചെറിയൊരു ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട, നമുക്കറിയാം ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേപ്പറിന് ഈ കോഴ്സിന് എത്രത്തോളം ഫോക്കസ് കൊടുക്കുന്നുണ്ട് പഠനത്തിൽ, അതിന് എത്ര ഡ്യൂറേഷൻ നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ മേജറിന്റെയും മൈനറിന്റെയും പേപ്പേഴ്സ് ഒക്കെ 4 ക്രെഡിറ്റ് ആണുള്ളത്. 4 ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആഴ്ചയിൽ 4 അവറുകളായിരിക്കും ആ പേപ്പേഴ്സിൽ ഉണ്ടാവുക. ആഴ്ചയിൽ 4 അവർ അവരെ പഠിപ്പിക്കും, 4 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ MDC കോഴ്സ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് 3 ക്രെഡിറ്റ് ആണ്. അവിടെ ആഴ്ചയിൽ 3 അവർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക ക്ലാസ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം 3 ഇയർ UG പ്രോഗ്രാമിൽ ടോട്ടൽ അവർക്ക് 133 ക്രെഡിറ്റ് ആണ് കുട്ടിക്ക് വേണ്ടത്. 3 വർഷം കൊണ്ട് ആ കുട്ടി അക്വയർ ചെയ്യുന്നത്. 4 വർഷം ഡിഗ്രിയിലേക്ക് വരുമ്പം 177 ക്രെഡിറ്റ് ആയി. അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാം ആ കുട്ടിക്ക് വേണമെങ്കിൽ അഡീഷണൽ ക്രെഡിറ്റ്സുകൾ എടുക്കാം. അപ്പൊ 131 കുട്ടിക്ക് പാസ്സാവാൻ വേണ്ടത് 3 ഇയർ ഡിഗ്രിയിൽ. 4 ഇയർ ആകുമ്പോഴേക്ക് 177 ക്രെഡിറ്റ് വന്നു. അവിടെ നമുക്ക് കാണാം 4th ഇയറിലാണ് ബാക്കി ക്രെഡിറ്റുകൾ അവിടെ കുട്ടി അക്വയർ ചെയ്യുന്നത്. ആ 133 ശേഷമുള്ള 77ലേക്കുള്ള ബാക്കി ക്രെഡിറ്റ്സുകൾ മുഴുവൻ ആ കുട്ടി 4th ഇയറിലാണ് അക്വയർ ചെയ്യുന്നത്. 4th ഇയറിൻ്റെ കാണാം 177 ക്രെഡിറ്റ്. ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണെങ്കിലും ഹോണേഴ്സ് ആണെങ്കിലും രണ്ടിലും 177 ക്രെഡിറ്റ് ആണ് ആ കുട്ടിക്ക് വേണ്ടത്. ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ പ്രോജക്റ്റ് വർക്ക് എന്നുള്ളത് കമ്പൽസറി ആണ്. ഓണേഴ്സ് പ്രോഗ്രാമിന് പ്രോജക്റ്റ് വർക്ക് വേണമെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഓപ്ഷനാണ്. ഒന്നുകിൽ പ്രൊജക്റ്റ് എടുക്കാം. നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇറക്കിയ ആദ്യത്തെ, പല ആളുകളും ഇപ്പോഴും അത് തന്നെയാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്, അതായത് പ്രോജക്റ്റിനുണ്ട് ക്രെഡിറ്റുകളുടെ വാല്യൂ നേരത്തെ 8ഉം 12ഉമായിരുന്നു യൂണിവേഴ്സിറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഹോണേഴ്സിൽ 8 ക്രെഡിറ്റിന്റെ പ്രൊജക്റ്റും ഹോണേഴ്സ് വിത്ത് റിസർച്ചിൽ 12 ക്രെഡിറ്റിന്റെ
അതായത് 12 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 3 പേപ്പേഴ്സിന്റെ വാല്യൂ വരും. 4x3 4 ആണ് ഒരു ക്രെഡിറ്റിന് ഒരു പേപ്പറിന്റെ ക്രെഡിറ്റ് മൊത്തത്തിൽ വരുന്നത് ജനറലി. അപ്പോൾ ഇപ്പൊ പക്ഷേ ലേറ്റസ്റ്റ് അമെന്റ്മെന്റിലൂടെ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഫോണേഴ്സ് വിത്ത് റിസർച്ചിന്റെ പ്രൊജക്റ്റും ഫോണേഴ്സിലെ പ്രൊജക്റ്റും രണ്ടും ഒരേ ക്രെഡിറ്റ് വാല്യൂ ആണ്. 12 ക്രെഡിറ്റിന്റെ വാല്യൂ ആണ് രണ്ടിനുമുള്ളത്. 12 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കറിയാം കറക്റ്റ് ആണ്. 4x3 3 കോഴ്സുകൾ ചെയ്യുന്ന 4-4-4 ഇങ്ങനെ 3 കോഴ്സുകൾ 4 ക്രെഡിറ്റിന്റെ ചെയ്താൽ കിട്ടുന്ന ഒരു വാല്യൂ ആണ് പ്രൊജക്ട് വർക്കിനുള്ളത്. അപ്പൊ ആ ഹോണേഴ്സിന്റെ പ്രൊജക്ട് വർക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കുട്ടിക്ക് 3 പേപ്പറുകളും പഠിച്ചുകൊണ്ട് 3 കോഴ്സസ് പഠിച്ചുകൊണ്ട് വേണമെങ്കിൽ പ്രൊജക്ട് ചെയ്യാതിരിക്കാം. ഹോണേഴ്സ് വിത്ത് റിസർച്ച് കമ്പൽസറി ആയിട്ടും ആ കുട്ടിക്ക് പ്രൊജക്ട് ചെയ്യേണ്ടതുണ്ട്. 12 ക്രെഡിറ്റ്സിന്റെ ഒരു പ്രൊജക്ട് നിർബന്ധമായിട്ടും ആ കുട്ടി ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മളൊരു കാൽക്കുലേഷൻ പാർട്ടിലേക്ക് വരുമ്പം ഏകദേശം 50% ഓഫ് ദ ടോട്ടൽ ക്രെഡിറ്റ് ആണ് മേജറിലേക്ക് വരുന്നത്. ഏകദേശം അതിൽ 68 ക്രെഡിറ്റ് നമ്മൾ പറഞ്ഞു 133 ക്രെഡിറ്റ് വരുന്നതിൽ 68 ക്രെഡിറ്റ് വരുന്ന ഒരു 17 കോഴ്സ് ഉള്ളതാണ് ഈ UG 3 ഇയർ UGയിൽ അവർക്ക് വരുന്നത്. 50% ടോട്ടൽ ക്രെഡിറ്റ് മേജറിൽ എടുക്കുക. അതാണ് മേജർ എന്ന് പറയുന്നത്. മേജർ എന്ന് പറയുന്നത് കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ 50% ഓഫ് ദ ടോട്ടൽ ക്രെഡിറ്റ്, ടോട്ടലുള്ള ക്രെഡിറ്റുകളിൽ 50% ക്രെഡിറ്റ് മേജറിൽ എടുത്ത് പോകുന്നതാണ്. അതാണ് മേജർ എന്നുള്ള ആ ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ മേജർ എന്ന ടെർമിനോളജി അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 68 ക്രെഡിറ്റ് 3 ഇയറിൽ, 88 ക്രെഡിറ്റ് അതായത് 177 ക്രെഡിറ്റ് ആണ് നമുക്ക് 4 വർഷത്തെ ഡിഗ്രിയിൽ അക്വയർ ചെയ്യേണ്ടത്. അതിന്റെ 50% എന്ന് പറയുമ്പോൾ 88 ക്രെഡിറ്റ് ആണ് ആ കുട്ടി അക്വയർ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഈ മേജർ എന്നുള്ള പ്രസന്റേഷൻ കാണുന്നില്ലല്ലോ സർ. ഹലോ, പ്രസന്റേഷൻ കാണുന്നില്ല. പ്രസന്റേഷൻ കാണുന്നില്ലേ? ഇല്ല. ഓ ഇല്ല. ഡോക്യുമെന്റ് ഓപ്പൺ ആവാതെ കാണിക്കുന്നു. ആണോ? എല്ലാവർക്കും പ്രശ്നം? യെസ്, പ്രശ്നമുണ്ട്. നേരത്തെ കണ്ടില്ലായിരുന്ന? നേരത്തെ കണ്ടിരുന്നു. പുതിയത് എടുത്ത സമയത്താണ്. ഫസ്റ്റ് രണ്ടാമത്തെ പ്രസന്റേഷൻ കാണുന്നില്ല. കണ്ടില്ല. ഇപ്പോൾ ഓക്കെ? ഇപ്പൊ ഓക്കെ ആണോ? യെസ്, ഓക്കെ. ഞാൻ ഒന്നുകൂടെ എന്നാൽ പറയാം. അതിൽ പ്രത്യേകിച്ച് നമ്പേഴ്സ് വരുന്നുണ്ട്. 3 ഇയറിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 133 ക്രെഡിറ്റ് ആണ് അക്വയർ ചെയ്യേണ്ടത്. 3 വർഷം കഴിഞ്ഞ് ആ കുട്ടി പോകുന്ന കുട്ടിക്ക് 133 ക്രെഡിറ്റ് ആണ് വേണ്ടത്. അവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം അഡീഷണൽ ക്രെഡിറ്റുകൾ എടുക്കാം. ആണെങ്കിൽ ആ കുട്ടിക്ക് 150 ക്രെഡിറ്റ് വരെ ആ കുട്ടിക്ക് അക്വയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അഡീഷണലി ഇപ്പോൾ ഹൈലി ടാലന്റഡ് ഒരു കുട്ടിയാണെങ്കിൽ പാസ്സാവാൻ വേണ്ടി മാത്രമുള്ള ക്രെഡിറ്റ് അല്ല, അഡീഷണലി പല ഓപ്ഷൻസും ആ കുട്ടിക്ക് ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ മാക്സിമം 180 ക്രെഡിറ്റ്സ് വരെ അക്വയർ ചെയ്യാം. ഈ കുട്ടി നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു 2 ഇയർ PGയിലേക്ക് പോകുന്ന ഒരു കുട്ടി. ദെൻ 4 ഇയർ UG ഹോണേഴ്സിൽ 177 ക്രെഡിറ്റ്. ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് എന്ന് പറയുന്നത് അത്ര കൺഫ്യൂസിങ് ആവേണ്ടതില്ല. ഒരു കോഴ്സിന് എത്ര വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്? ആകെ ഉള്ളത് നമുക്ക് 3 ക്രെഡിറ്റ് 4 ക്രെഡിറ്റ്. 4 ക്രെഡിറ്റ് ആണ് മേജറിലും മൈനറിലും വരുന്നത്. 3 ക്രെഡിറ്റ് MDC കോഴ്സ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, ചില സ്കിൽ കോഴ്സുകൾ 3 ക്രെഡിറ്റ് വരുന്നുണ്ട്. നാലാമത്തെ നമ്മൾ പറഞ്ഞു 4 ഇയർ UG പ്രോഗ്രാമിലെ ഹോണേഴ്സ് വിത്ത് റിസർച്ച്. അവിടെ കാണാം മിനിമം 177 ക്രെഡിറ്റ്. ഇനി നോക്കൂ, ഞാൻ പറഞ്ഞ മേജർ എന്ന് പറയുന്ന പേര് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സബ്ജക്റ്റിൽ നമ്മൾ എന്തുകൊണ്ട് മേജർ എന്ന് പറയുന്നു? കാരണം ആ കുട്ടി അക്വയർ ചെയ്യുന്ന ക്രെഡിറ്റിന്റെ 50% ക്രെഡിറ്റുകളും ആ ഒരു സബ്ജക്റ്റിൽ നിന്നാണ് വരുന്നത്. അവിടെ 68 ക്രെഡിറ്റ് ആണ് മേജറിൽ നിന്ന് എടുക്കുന്നത്. ഈ കുട്ടി ഏത് പാത്വേ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും 68 ക്രെഡിറ്റ് മേജറിൽ ആ കുട്ടിക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഇയർ പ്രോഗ്രാമിൽ ആ കുട്ടി 177 ക്രെഡിറ്റ് ആണ് ടോട്ടൽ വേണ്ടത്. അതിന്റെ 88 ക്രെഡിറ്റുകൾ അതിന്റെ 50% എന്ന് പറയുന്നത്. ഇനി മൈനർ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു മൈനറിനെ നമ്മൾ 6 കോഴ്സസിലാണ് മെയിൻ ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നത്. ആ 6 കോഴ്സസിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ 2, സെക്കൻഡിൽ 2, തേർഡിൽ 2 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് 24 ക്രെഡിറ്റിന്റെ ഒരു കോഴ്സ് മൊത്തത്തിൽ വരും. മൈനർ 24 ക്രെഡിറ്റ്. ആ 24 നമ്മൾ പറഞ്ഞു അത് ഹാഫ് ആക്കി എടുക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്ന മേജറിന്റെ കൂടെ ഒരൊറ്റ സബ്ജക്ട് പഠിക്കുന്ന കുട്ടിക്ക് മൈനറിൽ ആ 24 ക്രെഡിറ്റും ഒറ്റ പേപ്പറിന് ഒറ്റ സബ്ജക്റ്റിനാണ് എടുക്കുന്നത്.
അതിനുശേഷം അതിലേക്ക് കാണാം മൈനർ 24 or 32 credits in any one discipline other than the major. അവിടെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സെമസ്റ്ററുകളിലായിട്ട് ആ കുട്ടിക്ക് 24 ക്രെഡിറ്റ് കിട്ടും. ഫസ്റ്റ് സെമസ്റ്ററിൽ 2 പേപ്പറാണ്, സെക്കൻഡിൽ 2, തേർഡിൽ 2. അതോടുകൂടി 4 × 6, 6 4 24 ക്രെഡിറ്റ് ആ കുട്ടിക്ക് അവിടെ അക്യൂർ ചെയ്യുന്നു. പിന്നീട് അവിടെ നിങ്ങൾക്ക് കാണാം ഓർ 32 എന്ന് പറയുന്നത്. ആ 32 എന്ന് പറയുന്നത് 2 പേപ്പേഴ്സ്, 2 കോഴ്സസ് ഈ കുട്ടിക്ക് 4ാമത്തെ വർഷം 8ാമത്തെ സെമസ്റ്ററിൽ ആ കുട്ടിക്ക് മൈനറിൽ എടുക്കാം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി PGക്ക് മൈനറിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ പ്രകാരം ഈ കുട്ടി 32 ക്രെഡിറ്റ് അക്വയർ ചെയ്യണം. നമുക്കറിയാം ഇവിടെ മൈനർ എന്ന് പറഞ്ഞുകൊണ്ട് വെറും 3 കോഴ്സുകൾ പഠിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും PGയിൽ ആ സബ്ജക്റ്റിൽ പോകാമെന്ന് ആരും വിചാരിക്കരുത്. കാരണം UGC മേജറിലോ മൈനറിലോ നമുക്ക് PGക്ക് പോവാം, ഹയർ സ്റ്റഡീസ് പോകാം എന്ന് പറയുന്നുണ്ടെങ്കിലും വിവിധ സ്റ്റേറ്റുകൾ യൂണിവേഴ്സിറ്റികളൊക്കെ അതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിലവിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് ആ കുട്ടിക്ക് മൈനറിൽ 32 ക്രെഡിറ്റ് എങ്കിലും അക്വയർ ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി 3 സെമസ്റ്ററിലായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ 2 കോഴ്സ്, സെക്കൻഡിൽ 2, തേർഡിൽ 2 ഒരു മൈനർ എടുക്കുന്നു, ഒരേ മൈനർ എടുക്കുന്നു. അതുപോലെ 8ാമത്തെ സെമസ്റ്ററിൽ ആ കുട്ടി 2 കോഴ്സും കൂടെ, അതായത് 8 ക്രെഡിറ്റ് വരും, 4+4 അങ്ങനെ 32 ക്രെഡിറ്റ് കൂടെ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതേ മൈനറിൽ PGയിലേക്കും പോകാൻ പറ്റും, PGക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സാധാരണ 3 ഇയറിൽ വരുന്നത് 24 ക്രെഡിറ്റ് +6 മൈനർ കോഴ്സ്. 4 ഇയർ ആകുമ്പോൾ 32 ക്രെഡിറ്റ് 8 മൈനർ കോഴ്സ്. 6 മൈനറാണ് 3 ഇയറിൽ വരുന്നത്. 4 ഇയർ ആകുമ്പോഴേക്ക് 8 മൈനർ കോഴ്സ്. അതിൽ 2 മൈനർ വരുന്നത് 4ാമത്തെ വർഷമാണ്. ഇനി ചില ശ്രദ്ധേയമായ ചേഞ്ചസ് നമുക്കറിയാം. ഈ BBAയും BCAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ BBAയും BCAയും AICTEയുടെ ഫ്രെയിംവർക്കിൽ വരുന്നു. അതോടൊപ്പം FIUGPയുടെ ഫ്രെയിംവർക്കിൽ യൂണിവേഴ്സിറ്റി അതിലൊരു അലോക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BBAയും BCAയും അവർ ഓൾമോസ്റ്റ് ഫ്ലെക്സിബിലിറ്റി കുറവാണ് എന്ന് പറയണം. അവരുടെ പേപ്പേഴ്സ് എല്ലാം അവരുടെ മേജർ പേപ്പേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്രം അവർക്ക് ഒരു MDC ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ആ MDC അവർക്ക് അവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവർക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഈ MDC പോലും ഓപ്ഷൻ ഇല്ലാത്ത അതാണ് ഈ ഡബിൾ മേജർ എടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ആ MDC 1 എന്ന് പറയുന്നത് ഫസ്റ്റ് MDC മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ എടുക്കുന്ന കോഴ്സ് പോലും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഈ ഡബിൾ മേജർ എന്ന് പറയുന്നത്. അവർക്ക് MDC ഉണ്ട്, പക്ഷെ ആ MDC അവരുടെ ഡിപ്പാർട്ട്മെന്റ് മേജർ ഡിപ്പാർട്ട്മെന്റ് കാര്യത്തിലാണ് അവർ പഠിപ്പിക്കുന്നത്. BBA മേജർ കോഴ്സുകളാണ് മൊത്തത്തിലുള്ളത്. പക്ഷെ ഒരു കോളേജിൽ BBA ഉള്ള അതുപോലെ വേറെ ഏതെങ്കിലും ഒരു BA എക്കണോമിക്സ് ഉള്ള ഒരു കോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ വിദ്യാർത്ഥികൾക്ക് BBAയിലുള്ള കുട്ടികൾക്ക് BA എക്കണോമിക്സിലെ മൈനർ എടുക്കാനോ ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷെ എക്കണോമിക്സ് വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ BBAയുടെ മേജർ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് അവർക്കത് മൈനറായിട്ട് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അവിടെ അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഒരു എക്കണോമിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് MBAക്ക് പോകാനാണ് താല്പര്യം, അല്ലെങ്കിൽ മാനേജീരിയൽ ലെവലിൽ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണമെങ്കിൽ എക്കണോമിക്സിന്റെ കൂടെ BBAയുടെ മേജർ പേപ്പേഴ്സ് പഠിക്കാം. പക്ഷെ അത് കുട്ടി മൈനറായിട്ടാണ് എടുക്കുന്നത്. ഇവിടെയുള്ള കോളേജുകളാണ് അത് തീരുമാനിക്കേണ്ടത്. പലപ്പോഴും ടൈം ടേബിളിൽ ചില ക്ലാഷുകൾ വരും. നമ്മളിപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് മേജറിന്റെ അവറുകളൊക്കെ ഒരേ സമയത്തായിരിക്കും ഉണ്ടാവുക, മൈനറിന്റെ അവർ ഒരേ സമയത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ BBAയിലെ കുട്ടികൾ മേജർ പഠിക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികൾക്ക് കൂടെ മേജർ ഉണ്ടാവാം. പക്ഷെ ഒരു കുട്ടി BBAയിൽ പെട്ട ഒരു മേജർ പേപ്പർ മൈനറായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അതിന് ഡിലേ ചെയ്യുന്നില്ല. പക്ഷെ കോളേജ് അതിനുള്ളൊരു പ്രൊവിഷൻ ടൈം ടേബിളിലൂടെ കൊടുക്കുകയാണെങ്കിൽ BBAയുടെ ക്ലാസ്സിലും വേണമെങ്കിൽ മൈനർ കോഴ്സിന് വേണ്ടിയിട്ട് മറ്റു കുട്ടികൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് ഫോക്കസ് കൊടുക്കുന്നത്. പണ്ട് കാലത്തെ പോലെ ക്ലാസ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് നിരന്തരം ലെക്ചർ അവേഴ്സ് നടത്തി അവർ പരീക്ഷ നടത്തുന്ന ഒരു രീതി അല്ല ഇതിലുള്ളത്. കുട്ടികളെ കുറച്ചും കൂടെ
ഓരോ സബ്ജക്റ്റിലും ഔട്ട്കം ജനറേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സ്കിൽ ഇമ്പാർട്ട് ചെയ്തുകൊണ്ട് സ്കിൽ എൻഹാൻസ് ചെയ്തുകൊണ്ട് അവരുടെ വിവിധ കപ്പാസിറ്റികൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ സബ്ജക്റ്റിൽ കൂടുതൽ ഫീൽഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങുകളും ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു 2 ക്രെഡിറ്റിന്റെ വാല്യൂ ഉള്ള ഒരു ടെർമിനോളജി ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പിന് പ്രത്യേകിച്ച് അവേഴ്സ് ഇവിടെ നമ്മൾ നീക്കി വെക്കുന്നില്ല. നമ്മുടെ ടീച്ചിങ് അവേഴ്സ് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. ഇന്റേൺഷിപ്പ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പറയുന്നത് 3 വർഷത്തിനിടയിൽ അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 ഇയറിന്റെ ഇടയിലാണ് ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കേണ്ടത്. ഇവിടെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണമെങ്കിൽ ചെയ്യാം, ഇൻഡസ്ട്രിയിൽ വേണമെങ്കിൽ ചെയ്യാം, വേറെ എവിടെയെങ്കിലും ഫേമുകളിലോ ട്രെയിനിങ് സെന്റേഴ്സിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒക്കെ പോയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അവർക്ക് അങ്ങനെ ഔട്ട് സ്റ്റേഷൻ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് വെക്കേഷൻ പീരീഡ് ആണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ ആയിട്ട് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഇയർ കഴിയുന്ന പീരീഡിലുള്ള വെക്കേഷൻ ചെയ്യാം, സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ ചെയ്യാം വെക്കേഷൻ പീരീഡ്, അല്ലെങ്കിൽ തേർഡ് ഇയർ കഴിഞ്ഞ ഉടനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിന് 2 ക്രെഡിറ്റ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അതിന്റെ അവേഴ്സുമായി ബന്ധപ്പെട്ട് UGC-യുടെ റെഗുലേഷനിൽ 120 അവേഴ്സ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അതൊരു 60 അവേഴ്സ് മതി എന്നുള്ള രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഏകദേശം 60 അവേഴ്സിന്റെ ഒരു വർക്കാണ് ഇതിന് ക്വാണ്ടം ഓഫ് വർക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവിൽ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 വീക്സിന്റെ ഒരു വർക്ക് ചെയ്താലും അത് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് അവർക്കത് പൂർത്തീകരിക്കാൻ കഴിയും. ഏതെങ്കിലും ഫീൽഡിൽ പോയിക്കൊണ്ട് സർവേ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വിസിറ്റുകൾ, അതുപോലെ റിപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത് നമുക്കറിയാം അവിടെ കാണുന്നുണ്ട്. സ്റ്റുഡൻസ് ഷാൾ അണ്ടർഗോ ഇന്റേൺഷിപ്പ് ഷുഡ് ബി പ്രയർ അപ്രൂവൽ ബൈ ദ ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ. ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സും കൂടിയിട്ടാണ് അതിന്റെ ഒരു ഫൈനലൈസേഷനിലേക്ക് വരുന്നത്. എത്ര കുട്ടികൾ ഏതൊക്കെ ഭാഗത്തേക്ക് പോകുന്നു അതിന്റെ ഒരു കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികൾക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ വേണമെങ്കിൽ അവർക്ക് അതിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാം, അതിന്റെ അലോക്കേഷൻ ചെയ്യാം, ആരൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നു, ആരൊക്കെ വ്യത്യസ്ത സെക്ടറിലേക്ക് പോകുന്നു, ട്രെയിനിങ്ങിന് പോകുന്നു എന്നിട്ട് അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രൊജക്ട്. നമ്മൾ പറഞ്ഞു പ്രൊജക്ട് വർക്ക് എന്നുള്ളത് ഹോണേഴ്സ് പ്രൊജക്ട് ഉണ്ട്, ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള പ്രൊജക്ട് ഉണ്ട്. രണ്ടിലും 12 ക്രെഡിറ്റ് ആണ് നമുക്ക് അക്യൂർ ചെയ്യാനുള്ളത് പ്രൊജക്ട് വഴി. ഇവിടെ നമുക്ക് ഒരു സൂപ്പർവൈസറെ ആവശ്യമുണ്ട് പ്രൊജക്റ്റിൽ. ഹോണേഴ്സ് വിത്ത് റിസർച്ചിന് ഓർഡിനറി ടീച്ചേഴ്സിന് സാധാരണ നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെല്ലാം ഗൈഡ് ചെയ്യാവുന്നതാണ്. എനി ഫാക്കൽറ്റി മെമ്പേഴ്സ് ക്യാൻ ഡു ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന പ്രൊജക്ട്. ഹോണേഴ്സിലെ പ്രൊജക്ട്. ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആകുമ്പോൾ അതിനൊരു PhD ഉള്ള ഫാക്കൽറ്റി മാത്രമേ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിലവിലുള്ള റെഗുലേഷൻ പ്രകാരം ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഓഫർ ചെയ്യണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ 2 പേരെങ്കിലും PhD ഉള്ള ആളുകൾ വേണം. ആ 2 പേര് വഴിയാണ് ആ കുട്ടികൾ ഹോണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമിലേക്ക് നമ്മൾ എൻട്രി കൊടുക്കുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റിൽ PhD ഉള്ള ആരും ഇല്ല എങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഓഫർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല, ഹോണേഴ്സ് ഓഫർ ചെയ്യാം. ഹോണേഴ്സ് വിത്ത് റിസർച്ച് നമ്മൾ പറഞ്ഞു മാൻഡേറ്ററി പ്രോജക്റ്റ്. കുട്ടികൾക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു പ്രൊജക്റ്റാണ് ഹോണേഴ്സ് വിത്ത് റിസർച്ചിലുള്ളത്. ഹോണേഴ്സിൽ വേണമെങ്കിൽ ആ പ്രൊജക്റ്റ് 12 ക്രെഡിറ്റ്സിന്റെ പ്രൊജക്റ്റ് ആണ്. ആ 12 ക്രെഡിറ്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 പേപ്പറുകൾ പഠിച്ചുകൊണ്ട് 4 കോഴ്സുകൾ പഠിച്ചുകൊണ്ട് വേണമെങ്കിൽ ആ കുട്ടിക്ക് പ്രൊജക്റ്റ് ചെയ്യാതെയും മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് ടോട്ടൽ കോഴ്സുകളുടെ ഒരു സ്ട്രക്ചർ. മേജർ പാത്വേ കോഴ്സുകളിൽ വരുന്ന 17 കോഴ്സുകളാണ്. ആ 17 സാധാരണ സയൻസ് കോഴ്സുകളിലൊക്കെ സയൻസ് പ്രോഗ്രാമുകളിൽ ഏതാണ്ട് 10 പേപ്പറുകളിൽ പ്രാക്ടിക്കൽസ് ചേർത്തിട്ടുണ്ടായിരിക്കും. കൂടുതൽ സയൻസുകളിൽ അങ്ങനെയാണ് വരുന്നത്. ഇതിൽ കോഴ്സുകൾക്കൊക്കെ ഒരു വാല്യൂ, അക്കാഡമിക് ലെവലുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് അക്കാഡമിക് ലെവൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്ന സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി ആൾറെഡി ഞാനൊരു ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർപേഴ്സൺ ആണ്. ഞങ്ങൾക്ക്
നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി ഡയറക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഓരോ കോഴ്സുകൾ ഡിസൈൻ ചെയ്യുമ്പോഴും അതിന് ലെവൽ ഓഫ് അക്കാഡമിക്സ് അവിടെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഒരു അക്കാഡമിക് ലെവൽ ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ല നമ്മൾ 8ാമത്തെ സെമസ്റ്ററിലോ 7ാമത്തെ സെമസ്റ്ററിലോ കൊടുക്കുന്ന പേപ്പറിനുള്ള കുറച്ചുകൂടെ ഹയർ ലെവൽസ്. ആ ലെവലുകളെ സൂചിപ്പിക്കുന്നതാണ് ഈ അക്കാഡമിക് ലെവൽ എന്ന് പറയുന്നത്. 0 to 99, 100 to 199, 100നും 200നും ഇടയിലുള്ള കോഴ്സ്, 200നും 300 ഇടയിലുള്ള കോഴ്സ്, 300 to 400, 400 to 500, ഇങ്ങനെ 499 വരെയുള്ളത്. ഇതാണ് ആ ഒരു ലെവൽ. നമുക്ക് അതിന്റെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഏറ്റവും പ്രിലിമിനറി ആയിട്ട് ഇപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സുകളൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് സെമസ്റ്ററിൽ കൊടുക്കുന്ന ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളൊക്കെ ആ ഒരു 100നും 199, 100നും 200നും ഇടയിലുള്ള കോഴ്സുകളാണ്. 1-2 സെമസ്റ്ററുകളിലുള്ള കോഴ്സുകളൊക്കെ ഫൗണ്ടേഷൻ ലെവൽ കോഴ്സുകൾ. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് അക്കാഡമിക് ലെവൽ താഴെയായിരിക്കും. ടൈം ബീങ് ഇതിങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഒക്കെ ആകുമ്പോഴേക്കും ലെവൽസ് ഇങ്ങനെ കൂടി 499 വരെ 500 വരെ എത്താവുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി റെഗുലേഷൻ പ്രകാരം ഓരോ കോഴ്സുകളും ആരാണ് പഠിപ്പിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന് നേരത്തെ ഞാൻ പറഞ്ഞു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആരാണ് അത് പഠിപ്പിക്കേണ്ടത്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഇപ്പം ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിനുള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് അത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് 2 AEC 2 അത് അഡീഷണൽ ലാംഗ്വേജുകാരാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ആ ഫസ്റ്റ് സെമസ്റ്ററിൽ ആ കൃത്യമായിട്ട് ആ ഫൗണ്ടേഷൻ കോഴ്സുകളെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെക്കൻഡ് സെമസ്റ്ററിലുള്ള AEC 3 എന്ന് പറയുന്ന കോഴ്സ് വീണ്ടും അതിൽ ഇംഗ്ലീഷുകാരാണ് പഠിപ്പിക്കേണ്ടത്. AEC 4 അത് അഡീഷണൽ ലാംഗ്വേജുകാരാണ് പഠിപ്പിക്കേണ്ടത്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് MDC നമുക്കറിയാം, സ്വന്തം ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുട്ടികൾക്ക് എടുക്കാവുന്നതാണ് MDC എന്ന് പറയുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റ്, സ്വന്തം ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആ കുട്ടികൾക്ക് എടുക്കാം. അതാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. മറ്റ് സബ്ജക്റ്റുകളുടേക്കുള്ള അവരുടെ ഒരു നോളജ് അതല്ലെങ്കിൽ അതിന്റെ ഒരു സ്കിൽ പാർട്ടൊക്കെ ഉള്ള പേപ്പേഴ്സ് അവർക്ക് എടുത്തുകൊണ്ട് വിവിധ ഏരിയകളിൽ കുട്ടികൾക്ക് അവരുടെ ആപ്റ്റിറ്റ്യൂഡുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, അതല്ലെങ്കിൽ ചില സ്കിൽസ്, അതല്ലെങ്കിൽ നോളജ്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈഫ് സ്കിൽസ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള കോഴ്സസ് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് MDC എന്നുള്ള പേരിൽ. അപ്പൊ അവിടെയും MDC വിവിധ ഡിസിപ്ലിനിൽ പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് അത് അക്വയർ ചെയ്യാൻ പറ്റും. വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറയുന്നത് വീണ്ടും അത് ഇംഗ്ലീഷും അഡീഷണൽ ലാംഗ്വേജുകാർക്കും മാത്രമുള്ളതാണ്. വാല്യൂ ആഡഡ് കോഴ്സ് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഡബിൾ മേജർ ആണ്. ബാക്കി മേജർ സബ്ജക്റ്റുകൾക്ക് അഡീഷണൽ വാല്യൂ ആഡഡ് കോഴ്സുകൾ വരുന്നില്ല. കേരള നോളജ് സിസ്റ്റം പോലെയുള്ള സബ്ജക്റ്റുകൾ അതിൽ വരുന്നുണ്ട്. അതും കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് ആരാണ് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പിന്നെ ഒരു പേര് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് SCC എന്ന് പറയുന്ന കോഴ്സ്. SCCയിൽ വളരെ കൃത്യമായിട്ട് SCC 1, SCC 2, SCC 3 അതിലും SCC 1 എന്ന് പറയുന്ന കോഴ്സ് സെമസ്റ്റർ 4ലാണ്. അത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. SCC 2 എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. മേജർ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഓഫർ ചെയ്യുന്നതാണ് SCC 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ SCC 3 എന്ന് പറയുന്നത് മേജർ ഡിസിപ്ലിൻ ഓഫർ ചെയ്യുന്നതാണ്. SCC 2ൽ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ഏത് HCC വേണമെങ്കിൽ ഓൾ ഡിസിപ്ലിനിലെ SCC വേണമെങ്കിൽ കുട്ടികൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പം ഫിസിക്സിലെ കുട്ടിക്ക് വേണമെങ്കിൽ എക്കണോമിക്സിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ ഒക്കെ SCC 2 വേണമെങ്കിൽ എടുക്കാം. ഏത് കുട്ടികൾക്കും അങ്ങോട്ടും തിരിച്ചു കൊടുക്കാവുന്ന ഒരു പ്രൊവിഷൻ SCC 2ലുണ്ട്. SCC 3 എന്ന് പറയുന്നത് സ്വന്തം ഡിപ്പാർട്ട്മെന്റിന് മാത്രമാണ് ആ കുട്ടികൾക്ക് അക്വയർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളത്. നമ്മൾ പലപ്പോഴും ഫോർത്ത് ഇയറിന്റെ സ്ട്രക്ചർ കുറച്ചുകൂടെ ക്ലാരിറ്റിയിലാണ് യൂണിവേഴ്സിറ്റി വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത്. കാരണം 44 ക്രെഡിറ്റ് അക്വയർ ചെയ്യുന്നത് കുട്ടി 4ാമത്തെ വർഷമാണ്. നമുക്കറിയാം 133 3 ഇയർ കുട്ടിക്ക് കിട്ടുന്നത്. 177 4 വർഷം കഴിഞ്ഞ് പോകുന്ന കുട്ടിക്ക് കിട്ടുന്നത്. ആ 177, 133 ആ മൈനസ് വരുന്നത് 44 ക്രെഡിറ്റ് ആണ്. ആ 44ഉം 4ാമത്തെ വർഷമാണ് ആ കുട്ടി അക്വയർ ചെയ്യുന്നത്. അപ്പൊ 4ാമത്തെ വർഷം ആ കുട്ടിക്ക് അതിൽ 32 കാണാം 20 ക്രെഡിറ്റ്സ് ഫ്രം 5 മേജർ കോഴ്സ്. 7ാമത്തെ സെമസ്റ്ററിൽ 5 പേപ്പറുകളുണ്ട്, 5 കോഴ്സുകളുണ്ട്.
അത് ആ കുട്ടിക്ക് കിട്ടുന്നതിലൂടെ തന്നെ 5, 4, 20 ക്രെഡിറ്റ് അതിലൂടെ അക്വയർ ചെയ്യുന്നു. അതിനുശേഷം ആ പ്രൊജക്റ്റ് വർക്ക് ആ കുട്ടിക്ക് 12 ക്രെഡിറ്റ് അക്വയർ ചെയ്യുന്നു. പിന്നീട് 3 കോഴ്സുകളുടെ ആ കുട്ടി ചെയ്യേണ്ടതുണ്ട്. ആ 3 കോഴ്സുകളിൽ യൂണിവേഴ്സിറ്റി 2 കോഴ്സ് വേണമെങ്കിൽ ഓൺലൈനിൽ ചെയ്യാം. അതുപോലെ തന്നെ റിസർച്ച് മെത്തഡോളജിയും വേണമെങ്കിൽ ഓൺലൈൻ ചെയ്യാമെന്നുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ 8ാമത്തെ സെമസ്റ്ററിൽ പ്രൊജക്റ്റും ഈ 3 കോഴ്സ് ഒരു കുട്ടി പ്രൊജക്റ്റ് വർക്ക് വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ പോയിക്കൊണ്ട് ഈ കുട്ടിക്ക് വേണമെങ്കിൽ ഈ 3 കോഴ്സുകൾ വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ABC വഴി ആ കുട്ടിക്ക് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആ കുട്ടി ഇപ്പോൾ വിദേശത്ത് പോകാമെന്നിരിക്കും. സപ്പോസ് നമുക്കറിയാം ഈ പ്രോജക്റ്റ് കുട്ടിക്ക് ഏകദേശം 5-6 മാസത്തോളം ആ കുട്ടിക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിൽ പോയാലും ആ കുട്ടിക്ക് ഓൺലൈനായിട്ട് ഈ കോഴ്സുകൾ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഒരു പക്ഷേ ആ കുട്ടി പ്രൊജക്റ്റും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി. ആ കോഴ്സ് പീരീഡ് ഫുള്ള് ഒരു 6 മന്ത്സ് മുഴുവനായിട്ടും ആ കുട്ടിക്ക് വേറെ യൂണിവേഴ്സിറ്റിയിലോ അബ്രോഡോ വേണമെങ്കിൽ സ്റ്റഡീസ് കണ്ടിന്യൂ ആവുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. എന്താണെങ്കിലും ഈ 4th ഇയറിൽ നമ്മളൊരു അഡീഷണൽ ആയിട്ട് വലിയൊരു സ്പേസ് കൊടുത്തുകൊണ്ട് കുട്ടികളുടെ സ്കിൽ പാർട്ട് എൻഹാൻസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും അക്കാഡമിക്സും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കുറച്ചുകൊണ്ട് എംപ്ലോയബിലിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് സാധാരണ നമ്മളൊരു ജോലി കഴിഞ്ഞ് കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവില്ല പലപ്പോഴും. ആ ഒരു പ്രോജക്റ്റ് വർക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ കുട്ടിയുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ അവർക്ക് ഏറ്റവും സ്കിൽ പാർട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോബിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അവർക്ക് 4th ഇയർ കഴിഞ്ഞതോടുകൂടി ഒരു ഗ്യാപ്പ് ഇല്ലാതെ ഒരു അക്കാഡമിക് ഇൻഡസ്ട്രി ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ഒരു ജോബിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഈ 4th ഇയറിൽ നിന്ന് കഴിഞ്ഞവർക്ക് പോകാം. അതല്ല റിസർച്ച് ഓറിയന്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള പ്രൊവിഷനിലൂടെ ഡയറക്റ്റ്ലി അവർക്ക് PhDയിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ 4th ഇയറിന്റെ സ്ട്രക്ചറാണ്. ഞാൻ കുറച്ചും കൂടെ ജനറൽ പാരാമീറ്റേഴ്സ് പറയേണ്ടതുകൊണ്ട് ഇതിന്റെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു ബോർഡ് ഓഫ് സ്റ്റഡീസുകൾക്ക് ഓൺലൈൻ കോഴ്സസ് ഡിസൈൻ ചെയ്തിപ്പോൾ കൊടുക്കാനുള്ള ഒരു സമയം ജൂലൈ 31 വരെ യൂണിവേഴ്സിറ്റി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ചില കോഴ്സുകൾ ചില പേപ്പേഴ്സുകൾ അഡീഷണൽ ആയിട്ട് സിലബസിലേക്ക് ഓൺലൈൻ അവർ പലരും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ പോർഷൻ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് വരുന്നതാണ്. ഇതാണ് 4th ഇയറിന്റെ ഒരു സ്ട്രക്ചർ. ഞാൻ പറഞ്ഞു 7ാമത്തെ സെമസ്റ്ററിൽ 5 കോഴ്സുകൾ വരുന്നുണ്ട്. അങ്ങനെ 20 ക്രെഡിറ്റ് ആക്കി കിട്ടുന്നു. പിന്നെ 8ാമത്തെ സെമസ്റ്ററിലാണ് 24 ക്രെഡിറ്റ് കിട്ടുന്നത്. അതിൽ 12 ക്രെഡിറ്റ് പ്രൊജക്റ്റ് വഴി കിട്ടുന്നു. പിന്നീടുള്ള 12 വേണമെങ്കിൽ ആ കുട്ടിക്ക് മൈനറിൽ നിന്നോ മേജറിൽ നിന്നോ എടുക്കാവുന്ന ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ മേജറിൽ നിന്ന് 2 പേപ്പർ എടുക്കാം ആ കുട്ടിക്ക് വേണമെങ്കിൽ, ഒരു മൈനറിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ 2 മൈനർ 1 മേജറും ആവാം, അല്ലെങ്കിൽ ഫുൾ മേജർ വേണമെങ്കിൽ എടുക്കാം. എന്താണെങ്കിലും വീണ്ടും ഒരു 3 കോഴ്സുകൾ അവിടെ വരുന്നു. അങ്ങനെ 144 ക്രെഡിറ്റ് 4th ഇയറിൽ നിന്ന് മാത്രം അവർക്ക് കിട്ടുന്നുണ്ട്. പാത്ത് വേസ് നമ്മൾ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഞാൻ ആദ്യം തന്നെ ഈ പാത്ത് വേ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് പറയാൻ കാരണം യൂണിവേഴ്സിറ്റിയുടെ ടെർമിനോളജിയിൽ ചെറിയ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട് ചിലത്. ഫസ്റ്റ് പാത്ത് വേ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് സിംഗിൾ മേജർ എന്നാണ്. സത്യത്തിൽ എല്ലാം സിംഗിൾ മേജർ ആണ്. ഡബിൾ മേജർ ഒഴികെ എല്ലാം സിംഗിൾ മേജർ ആണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിങ്ങൾക്ക് ആ പാത്ത് വേയിൽ അവിടെ സിംഗിൾ മേജർ എന്ന് പറയുന്ന കാറ്റഗറി യൂണിവേഴ്സിറ്റി പറയുന്നത് ഒരു മേജർ മാത്രം, പിന്നെ മൈനറുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വിവിധ 6 ഡിഫറെന്റ് കോമ്പിനേഷൻസ് എടുക്കുന്നു. അവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാം. മേജർ ഫിസിക്സ് വിത്ത് സെറ്റ് ഓഫ് 6 കോഴ്സസ്, ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് കാണാം മേജർ 68 എന്നുള്ളത്. എല്ലാ 10 എടുത്തു കഴിഞ്ഞാലും 68 ക്രെഡിറ്റ് ആണ് മേജറിന് വരുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഡിഫറൻസിയേഷൻ ആവശ്യമില്ല. സിംഗിൾ മേജർ എന്ന് പറയേണ്ടതില്ല. ശരിക്കും എല്ലാ മേജറിലും ഒരുപോലെ തന്നെയാണ്. മൈനറിലാണ് ഈ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ മൈനറിൽ 6 ഡിഫറെന്റ് കോമ്പിനേഷൻസ് പോകാവുന്നതാണ് ഒരു ഓപ്ഷൻ. 2 യൂണിവേഴ്സിറ്റി പറഞ്ഞ പേര് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ. അവിടെ ഞാനൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടാണ്. അതായത് മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ 2ന്റെ അബവ് ഒക്കെ വേണം പറയുന്നതാണ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഡബിൾ എന്നുള്ളതല്ല ശരി.
ഇവിടെ യൂണിവേഴ്സിറ്റി ഉപയോഗിച്ച ടെർമിനോളജി മേജർ വിത്ത് മൾട്ടിപ്പിൾ, 2 മൈനർ എടുക്കാവുന്ന ഒരു ഓപ്ഷൻ. ഫിസിക്സിന്റെ കൂടെ മാത്സ്, കെമിസ്ട്രി, ആ ഓപ്ഷനെയാണ് യൂണിവേഴ്സിറ്റി മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ഇത് യൂണിവേഴ്സിറ്റിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരർത്ഥത്തിൽ. അപ്പം അവർ പറഞ്ഞു അത് ആൾറെഡി അവരുടെ നെയിമിംഗ് അല്ല, ഹയർ എഡ്യൂക്കേഷൻ ആണ് അത് വർക്ക് ചെയ്തത്. എന്താണെങ്കിലും അതിന് ചെറിയൊരു കൺഫ്യൂഷനുള്ള പോലെ എനിക്ക് തോന്നി. നേരത്തെ പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തന്ന കാര്യം, മേജറിന്റെ കൂടെ ഒരു മൈനർ എടുത്ത് പോകുന്ന ഒരു പാർട്ട്, മേജറിന്റെ കൂടെ 2 മൈനർ അല്ല ഹാഫ് ആക്കി എടുത്ത് പോകുന്ന ഒരു പാർട്ട്. മൂന്നാമത് മേജറിന്റെ കൂടെ ഡിഫറെന്റ് കോമ്പിനേഷൻ, ആ 6ഉം ഡിഫറെന്റ് സബ്ജക്ട്സ് എടുക്കുന്ന. അത് നമ്മൾ പ്രാക്ടിക്കലി അങ്ങനെ മനസ്സിലാക്കുന്നതായിരിക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടികൾ പറയാം, നീ മേജറിന്റെ കൂടെ 1 മൈനറാണ് എടുക്കുന്നത്, 2 മൈനറാണ്, അതല്ല എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഡിഫറെന്റ് പേപ്പേഴ്സ് 6 ഡിഫറെന്റ് ആണ് എടുക്കുന്നത്. പ്രാക്ടിക്കൽ സെൻസിൽ നമുക്ക് അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമുണ്ടാവുക. ഈ ടെർമിനോളജി ഒക്കെ ചിലപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതത്ര പ്രായോഗികമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞ ഡബിൾ മേജറിന്റെയും വൊക്കേഷണൽ മൈനർ ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്. വൊക്കേഷണൽ മൈനറിൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആ 24ഉം ഒന്നിൽ നിന്ന് എടുത്താൽ മാത്രമേ ആ പേര് യൂണിവേഴ്സിറ്റി അവാർഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നെയിമിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് ചില റെഗുലേഷൻസ് ഉണ്ട്. സാധാരണ ഡിഗ്രി ഒരു UG ഡിഗ്രി അവാർഡ് ചെയ്യുന്നു, മറ്റൊരു കുട്ടിക്ക് BSc ഓണേഴ്സ് ഇൻ ഫിസിക്സ് എന്ന പേര് കൊടുക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് മൈനറുകൾ അതിൽ പേര് കാണിക്കും, അതേപോലെ വൊക്കേഷണൽ മൈനറുകൾ കാണിക്കും. യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു റെക്കമെൻഡേഷൻ, വൊക്കേഷണൽ എന്നുള്ള പേര് കാണിക്കണമെങ്കിൽ ആ കുട്ടി ആ 6 പേപ്പേഴ്സും വൊക്കേഷണൽ സബ്ജക്റ്റിൽ തന്നെ അക്വയർ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ അവർക്ക് എടുക്കാം, പക്ഷെ ആ സർട്ടിഫിക്കറ്റിൽ വൊക്കേഷണൽ എന്ന് കാണിക്കണമെങ്കിൽ ഡബിൾ മേജറാണ് മറ്റൊരു ഓപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നെയിമിങ്ങും കോംപ്ലിക്കേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരുപാട് ഓപ്ഷൻസ്, ഓരോ പേപ്പേഴ്സ്, ഓരോ കൊമേഴ്സിൽ എങ്ങനെ, ഹ്യൂമാനിറ്റീസിൽ എങ്ങനെ, ലാംഗ്വേജസിൽ എങ്ങനെ, എല്ലാത്തിലും ഒരു ജനറൽ സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ടാണ് കോഴ്സ് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത്. അതിൻ്റെ ഒരു ഇനി അതിൻ്റെ ചില ജനറൽ ഫീച്ചേഴ്സ്. ഒരു സെമസ്റ്ററിൽ 18 വീക്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, 5 വർക്കിംഗ് ഡേയ്സ് പെർ വീക്ക്. അതിൽ 15 in each semester, 15 days, 3 weeks should be kept aside for the exams and valuation. അതിൽ 3 വീക്ക് എക്സാംസിനും വാല്യുവേഷനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി അത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ എക്സാംസ് നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് അവർ എന്ന് പറയുന്നത്. ഒരു ക്രെഡിറ്റ് അവർ തിയറിയിൽ ഒരു ക്രെഡിറ്റ് ലെക്ചർ അവറിനെ തന്നെയാണ് ഒരു ക്രെഡിറ്റ് അവർ എന്ന് പറയുന്നത്. എന്നാൽ പ്രാക്ടിക്കലിനെ സംബന്ധിച്ചിടത്തോളം 2 അവർ ചേർന്നതാണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രാക്ടിക്കലിൽ 2 പ്രാക്ടിക്കൽ അവേഴ്സ് ചേർന്നാൽ മാത്രമേ ഒരു ക്രെഡിറ്റ് ആവുന്നുള്ളൂ. തിയറിയിൽ നമുക്ക് 1 അവർ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതൊരു ക്രെഡിറ്റ് ആണ്. പ്രാക്ടിക്കലിൽ 2 അവേഴ്സ് ജോയിൻ ചെയ്തതാണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി. പിന്നെ നമ്മൾ പറഞ്ഞു 4 ക്രെഡിറ്റ് തിയറി കോഴ്സ്, അതിൽ അതുപോലെ തന്നെ 3 ക്രെഡിറ്റ് തിയറി കോഴ്സ്, രണ്ടും നമുക്കുണ്ട്. അതിൽ പൊതുവെ അതിലേക്ക് കാണാം AIC, SCC, VSc, MDC ഈ കോഴ്സുകളാണ് 3 ക്രെഡിറ്റിൽ വരുന്നത്. ഇപ്പം ഇംഗ്ലീഷിന്റെ കോഴ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള പ്രയോഗമില്ല, യൂണിവേഴ്സിറ്റി മാറ്റി അഡീഷണൽ ലാംഗ്വേജ്. കാരണം ഒരു ലാംഗ്വേജിന് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയേണ്ടതില്ല, അതുകൊണ്ട് തന്നെ പേര് മാറ്റി റീനെയിം ചെയ്ത് അഡീഷണൽ ലാംഗ്വേജ്. അത് 3 അവേഴ്സിന്റെ ഒരു കോഴ്സാണ് വരുന്നത്. അതിൽ വരുന്നത് MDC 3 അവേഴ്സിന്റെ കോഴ്സിൽ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറയാത്തൊരു ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ്, മേജർ ആൻഡ് മൈനറിനെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് രണ്ടും കൂടെ പ്രയോഗിക്കുന്ന ഒരു പേരാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് എന്ന് പറയുന്നത്. മേജറിനെയും മൈനറിനെയും ക്ലബ് ചെയ്തിട്ടുള്ള ഒരു പേരാണ്. പിന്നെ ഒരു പ്രത്യേകത ഈ വർഷം ഉണ്ടായിട്ടുള്ളത്, നമ്മൾ സാധാരണ സയൻസ് കോഴ്സിലാണ് പ്രാക്ടിക്കൽ എന്നുള്ളത്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ലാംഗ്വേജസിലും ഒക്കെ പ്രാക്ടിക്കം എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് നമ്മൾ ക്ലാസ് റൂമിൽ നമുക്ക് സ്കിൽസ് ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു ചില സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക്
പ്രാക്ടിക്കൽസ് എന്നുള്ള ഒരു പ്രാക്ടിക്കം എന്നാണ് പേരുള്ളത്. സയൻസിൽ പ്രാക്ടിക്കലിന് സമാനമായിട്ടുള്ള ഒരു ടെർമിനോളജി അവിടെ കൊടുക്കുന്നുണ്ട്. ടീച്ചിങ്ങിന് പുറമെ ആ ക്ലാസ്സിൽ അവർക്ക് വേണ്ട ആ സബ്ജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന എന്തെങ്കിലും ആക്ടിവിറ്റികൾ, എന്തെങ്കിലും വർക്കുകൾ, എന്തെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻ, പല രീതിയിലുള്ള അത് ബോർഡ് ഓഫ് സ്റ്റഡീസിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രാക്ടിക്കം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലും എല്ലാം പ്രാക്ടിക്കം വന്നിട്ടുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മൾ ജനറലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മേജർ, മൈനർ, MDC ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും, ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും, അതായത് ഏത് പേപ്പർ എടുത്തു കഴിഞ്ഞാലും 5 മൊഡ്യൂളാണ് ഉണ്ടാവുക. 5 മൊഡ്യൂൾസ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. അപ്പൊ അതിൽ 4 മൊഡ്യൂള് സ്ട്രക്ചേർഡ് ആണ്, കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. 5ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓപ്പൺ എൻഡഡ് മൊഡ്യൂളിൽ ചില ബോർഡ് ഓഫ് സ്റ്റഡീസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ കാര്യമായിട്ടൊന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ആ ടീച്ചർക്ക് തീരുമാനിക്കാം ആ ഒരു പേപ്പറിൽ എന്താണ് പഠിപ്പിക്കേണ്ടത്. ചില ബോർഡ് ഓഫ് സ്റ്റഡീസ് ചില ഹിന്റുകൾ കൊടുത്തിട്ടുണ്ടാവും. എന്നാലും ഏകദേശം നമുക്കറിയാം 5ൽ 1 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20%, ഒരു പേപ്പറിന്റെ 20% ആ ടീച്ചർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പം വലിയൊരു ചേഞ്ച് ആണ്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഓറിയന്റഡ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേഷൻസ് അതിൽ മിസ്സിംഗ് ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കാം. അതല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ ആ സിലബസ് കണ്ടന്റിൽ വരാത്ത എന്തെങ്കിലും വേണമെങ്കിൽ പഠിപ്പിക്കാം. ഇവിടെ ഈ ഓപ്പൺ എൻഡഡ് സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകത, ഓപ്പൺ എൻഡഡ് മൊഡ്യൂളിൽ ഫൈനൽ എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് അത് വരുന്നില്ല. മറിച്ച് ഇന്റർണൽ എക്സാംസിന് വേണ്ടി മാത്രമാണ് അത് വരുന്നത്. അപ്പൊ ആദ്യത്തെ 4 മൊഡ്യൂളാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്നത്. 5ാമത്തെ ഈ മൊഡ്യൂൾ ഇന്റർണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു 20% കണ്ടന്റ് ഓപ്പൺ എൻഡഡ് ആണ്, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള. അപ്പൊ നമുക്കറിയാം എന്തെങ്കിലും ഒരു ഇഷ്യൂ, നമ്മളെ സബ്ജക്റ്റ് കണക്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ ബേസ് ചെയ്ത്, ഇപ്പോൾ ഫുഡ് ടെക്നോളജി സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ഫുഡ് പോയിസണിങ് നടന്നു. അപ്പൊ നമുക്ക് ആ ക്ലാസ് റൂമിൽ അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ നടത്താം. അപ്പോൾ നോട്ട് നിരോധനം വന്നു എക്കണോമിക്സിന്റെ ക്ലാസ്സിൽ, ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റീസെന്റ് ആ സബ്ജക്റ്റുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ, അല്ലെങ്കിൽ ഒരു പുതിയൊരു മെഷീൻ ഡെവലപ്പ് ചെയ്ത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഒരു ടെക്നോളജി വന്നു. അപ്പൊ ആ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ വലിയ ഒരു കോൺഫറൻസിന്റെ ഇതുമായി കണക്ട് ചെയ്യുന്ന വലിയ ഒരു ടീം സെറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു എന്താണ് അക്കാഡമിക് ഇൻഡസ്ട്രി ഒരു സിമ്പോസിയം ഇതിനെ കണക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ പോലും ആ ടീച്ചർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചാർത്തിക്കൊണ്ട് കുട്ടികൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സിറ്റി ഇപ്പം നിലവിൽ അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു റെഗുലേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സ് ഇരുന്നു കൊണ്ട് ഒരു മിനിറ്റ്സ് തയ്യാറാക്കേണ്ടതുണ്ട് ഈ ഓപ്പണന്റിന്. കാരണം ഈ ഓപ്പണന്റിനെ പല രീതിയിൽ ചിലപ്പോൾ ഇന്റർപ്രറ്റ് ചെയ്യാം. ഓപ്പണന്റിൽ കാര്യമായ ക്ലാസ് എടുക്കാതിരിക്കാം ഒരു പക്ഷേ അധ്യാപകർ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി എന്തെങ്കിലും വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാവാം. അതുകൊണ്ട് ഓപ്പൺ എൻഡഡ് മൊഡ്യൂളിൽ എന്താണ് ഡെലിബറേറ്റ് ചെയ്യുന്നത്, എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് പിന്നീടൊരു പേരുള്ളത് സിഗ്നേച്ചർ കോഴ്സിനാണ്. ഒരു ഫാക്കൽറ്റിക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു പേപ്പർ, യൂണിവേഴ്സിറ്റി പേപ്പേഴ്സ് ഒക്കെ കോഴ്സസ് നോക്കുന്ന സമയത്ത് അതിലൊന്നുമില്ലാത്ത ഒരു പർട്ടിക്കുലർ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു പേപ്പർ വേണമെങ്കിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ബോർഡ് ഓഫ് സ്റ്റഡീസിന് അപ്രൂവൽ കൊടുത്തുകൊണ്ട് നമുക്ക് അത് പിന്നീട് യൂണിവേഴ്സിറ്റിയുടെ അസറ്റായിട്ട് മാറും. എന്നാൽ പോലും അങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ സിഗ്നേച്ചർ കോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏകദേശം സമയം കഴിഞ്ഞു. കാരണം ആൾറെഡി യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസുകൾ ആ സബ്ജക്റ്റിൽപ്പെട്ട ആളുകളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, ഏതെങ്കിലും ആളുകൾക്ക് ഫാക്കൽറ്റീസിന് ഇത്തരത്തിലുള്ള പുതിയ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അവരത് ചെയ്യാമായിരുന്നു. മറ്റൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് എലക്റ്റീവ് കോഴ്സസ് എന്ന് പറയുന്നത്. നേരത്തെ നമുക്കറിയാം, നമ്മുടെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് മുഴുവൻ കുട്ടികളും ഒരുപോലെയാണ് പഠിച്ചിരുന്നത്. ഇനി പ്രത്യേകിച്ചും 5th സെമസ്റ്ററിൽ, 6th സെമസ്റ്ററിൽ, അതേപോലെ 8th സെമസ്റ്ററിൽ ഇവർക്ക് ഒരുപാട് എലക്റ്റീവ് പൂള് വരുന്നുണ്ട്. ആ എലക്റ്റീവ് പൂളുകൾ, എലക്റ്റീവിന്റെ ഒരു പ്രാധാന്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പല കോഴ്സസും എലക്റ്റീവ് 5ാം സെമസ്റ്ററിൽ 2 എലക്റ്റീവ് ഉണ്ട്,
6ാം സെമസ്റ്ററിൽ 2 എലക്റ്റീവ്. അപ്പൊ 4 കോഴ്സസ് വരും, 4 പേപ്പർ. ഈ 4 പേപ്പറും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഗ്രിയുടെ കൂടെ തന്നെ അതിനൊരു പേര് കൂടെ വരും, ഒരു സ്പെഷ്യലൈസേഷൻ കൂടെ വരും. ഉദാഹരണത്തിന് ഫുഡ് ടെക്നോളജി പഠിക്കുന്ന ഒരു കുട്ടിക്ക് 5ാമത്തെ സെമസ്റ്ററിൽ 2 പേപ്പർ എലക്റ്റീവ് ഉണ്ട്. ആ കുട്ടിക്ക് ഒരു പൂൾ ഉണ്ടാവും, അവിടെ 6ഓ 7ഓ കോഴ്സസ്, 8ഓ 10ഓ കോഴ്സസ് ചിലപ്പോൾ ഉണ്ടാവാം. അതിൽ നിന്ന് ഏതെങ്കിലും 2 ആ കുട്ടിക്ക് എടുക്കാം 5ാമത്തെ സെമസ്റ്ററിൽ. അതുപോലെ തന്നെ 6ാമത്തെ സെമസ്റ്ററിലും 2 എലക്റ്റീവ് എടുക്കാം. ഒരുപാട് കോഴ്സസ് ഉണ്ടാവും, ഒരുപാട് പേപ്പർ ഉണ്ടാവും, അതിൽ 2 എടുക്കാം. ഏതെങ്കിലും ഒരു കുട്ടി ഒരു പർട്ടിക്കുലർ ഏരിയ നിന്നാണ് ഈ 4 എടുക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ കൊടുക്കും. എല്ലാ സബ്ജക്ട്സും സ്പെഷ്യലൈസേഷനും കൂടെ അവാർഡ് ചെയ്യുന്നുണ്ട്. ഈ ഇപ്പോൾ BSc ഫുഡ് ടെക്നോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ്. അപ്പോൾ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട 4 പേപ്പറാണ് ആ കുട്ടി എടുക്കുന്നത്. അതൊരു ഓപ്ഷനാണ്, കുട്ടിക്ക് വേണമെങ്കിൽ അതെടുക്കാം, അല്ലാതെ എടുക്കാം. അല്ലെങ്കിൽ കോളേജിന്റെ ഒരു ഓപ്ഷനാണ് സ്പെഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ പൂളിൽ നിന്ന് കുട്ടികൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഏത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രിയും മാത്സും എല്ലാത്തിലും BA എക്കണോമിക്സ് എല്ലാ വിഷയങ്ങളിലും നമുക്കത് കാണാം. സ്പെഷ്യലൈസേഷൻ എന്നുള്ള പ്രൊവിഷൻ അത് കോളേജാണ് തീരുമാനിക്കേണ്ടത്, കുട്ടിയുടെ ഓപ്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ആ 4 കോഴ്സസും ഒരു പർട്ടിക്കുലർ പൂളിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിക്ക് സ്പെഷ്യലൈസേഷൻ ആ സർട്ടിഫിക്കറ്റിൽ തന്നെ അത് മെൻഷൻ ചെയ്ത് ലഭിക്കുകയും ചെയ്യും. സ്പെഷ്യലൈസേഷൻ ഒരിക്കലും മാൻഡേറ്ററി അല്ല. അത് ഇതേപോലെയാണ് ഞാൻ പറഞ്ഞ ഏകദേശം ഇത് മൈനർ കോഴ്സിൻ്റെ ആണ്. ഇതിൽ 4 കോഴ്സ് വരികയാണെങ്കിലാണ് ഞാൻ പറഞ്ഞു സെമസ്റ്റർ 5-ലെ 2 കോഴ്സ്, സെമസ്റ്റർ 6-ലെ 2 കോഴ്സ്, ഈ രണ്ടും ഒരൊറ്റ പൂളിൽ നിന്ന് എടുത്തുകൊണ്ട് സ്പെഷ്യലൈസേഷൻ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ആ കുട്ടിക്ക് അവാർഡ് ചെയ്യുന്ന ഡിഗ്രിയിൽ അത് കാണിക്കും. ഇവാലുവേഷൻ പ്രോസസ്സ് നമുക്കറിയാം 30% ഇന്റേണൽ ഇവാലുവേഷൻ ആണ്. ഞാൻ അതിൻ്റെ ഒരു സിമ്പിൾ ചാർട്ടിലേക്ക് പോകാനായിട്ട് നല്ലത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ്, എക്സ്റ്റേണൽ ഇവാലുവേഷൻ മാർക്ക്, ടോട്ടൽ മാർക്സ്. 4 ക്രെഡിറ്റ് ഉള്ള ഒരു കോഴ്സിന് ജനറലി 30% ആണ് ഇന്റേണൽ മാർക്ക്. 100-ൽ 30 മാർക്ക് ഇന്റേണൽ ആണ്, 70 മാർക്കാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ളത്. ഇപ്പോൾ 4 ക്രെഡിറ്റ് ആണെങ്കിലും 3 ക്രെഡിറ്റ് ആണെങ്കിലും കാണാം. 3 ക്രെഡിറ്റിന്റെ പേപ്പേഴ്സിൽ 75 ടോട്ടൽ മാർക്സ്, അതിൽ 50 എക്സ്റ്റേണൽ എക്സാമിന് വരുന്നത്, ബാക്കി 25 മാർക്ക് ഇന്റേണൽ ആണ്. 4 ക്രെഡിറ്റ്സ് ആണെങ്കിൽ 70-ൽ 30 മാർക്ക്, 100-ൽ 70 + 30, 70 + 30 = 100. ഇവിടെ വരുന്നത് 15 + 10, അതിന് ടോട്ടൽ 25 വരും. 25 + 15 75. 75-ൽ 25, 100-ൽ 30, 30% ഇവാലുവേഷൻ ആണ്. അപ്പം അതിൽ ചേഞ്ചസ് കാണാം. പ്രാക്ടിക്കൽ ഉള്ള കോഴ്സും പ്രാക്ടിക്കൽ ഇല്ലാത്തതും ഡിഫറൻസ് ഉണ്ട്. ഓപ്പൺ എൻഡഡ് മൊഡ്യൂളിൻ്റെ ഇന്റേണൽ കാണാൻ നിങ്ങൾക്ക്. പ്രാക്ടിക്കൽ ഉള്ളതാണെങ്കിൽ അതിന് 20 മാർക്ക് കിട്ടുന്നുണ്ട്, പ്രാക്ടിക്കൽ ഇല്ലാത്തതാണെങ്കിൽ 10 മാർക്ക് കിട്ടുന്നുണ്ട്. ആ 30-ൽ അതിനും സ്പ്ലിറ്റപ്പ് ഉണ്ട്. 30 10 + 20 ആവാം, അല്ലെങ്കിൽ 20 + 10 ആവാം. പ്രാക്ടിക്കൽ ഉള്ള കോഴ്സസ് ആണെങ്കിലും പ്രാക്ടിക്കൽ ഇല്ലാത്ത കോഴ്സസ് ആണെങ്കിലും രണ്ട് ഡിഫറെൻ്റ് ആയിട്ട്. ഇവാലുവേഷൻ നമുക്കറിയാം, യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിലവിൽ 1, 3, 5, 7 സെമസ്റ്ററുകളിലെ എക്സാമിനേഷൻ കോളേജുകളാണ് നടത്തേണ്ടത്. 1, 3, 5, 7 സെമസ്റ്ററുകളാണ് കോളേജുകൾ എക്സാം കണ്ടക്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് മാത്രമാണ് യൂണിവേഴ്സിറ്റി എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൾറെഡി ഇപ്പം തന്നെ കോളേജുകൾക്ക് ഒരു സർക്കുലർ അയച്ചു കഴിഞ്ഞു, ഓർഡർ ഇറക്കി കഴിഞ്ഞു. എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഫോം ചെയ്യാനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. യൂണിവേഴ്സിറ്റി ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നത്, പക്ഷെ അത് കണ്ടക്ട് ചെയ്യുന്ന ഡ്യൂട്ടി കോളേജുകൾക്കാണ്, അതിൻ്റെ വാല്യുവേഷൻ ഡ്യൂട്ടി എല്ലാം കോളേജുകൾക്കാണ്. ഇത് വലിയൊരു ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു അക്കാഡമിക് കമ്മിറ്റി, ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ്, CUFIUGP, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year undergraduate പ്രോഗ്രാം അക്കാഡമിക് കമ്മിറ്റി എന്നുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കണം. പ്രിൻസിപ്പൽമാർ
അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ഓരോ കോർഡിനേറ്റേഴ്സ്, FIGP ഒരു കോർഡിനേറ്റർ, എന്നിട്ട് അതിനൊരു പേര് അക്കാഡമിക് കമ്മിറ്റി, കോളേജ് ലെവൽ FIUGP അക്കാഡമിക് കമ്മിറ്റി. എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ, സിംഗിൾ ഫാക്കൽറ്റി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും അതിൽ നിന്നൊരു ഫാക്കൽറ്റി അതിൽ മെമ്പർ ആയിരിക്കും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആളുകൾ ഉണ്ടാവും. ഈവൻ നമുക്കിപ്പോൾ ലൈബ്രറി സയൻസ് കോഴ്സ് ഉണ്ട്, ലൈബ്രറി ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചില കോഴ്സസ് ഓഫർ ചെയ്യാം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന് കോഴ്സസ് ഓഫർ ചെയ്യാം. ഈ കമ്മിറ്റിയിൽ ഇവരെല്ലാവരും മെമ്പേഴ്സ് ആണ്. കോളേജ് ലെവൽ FIUGP അക്കാഡമിക് കമ്മിറ്റി. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഫ്ലെക്സിബിലിറ്റി, ഏറ്റവും അധികം ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് മാക്സിമം ഓപ്ഷൻസ് എടുക്കാൻ പറ്റും. ഒരുപക്ഷെ ടീച്ചേഴ്സിനും ആ രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, 8:30 സ്റ്റാർട്ട് ചെയ്യുന്ന കോളേജുകളാണെങ്കിൽ ഒരുപക്ഷെ 3:30 വരെ, അല്ലെങ്കിൽ 8:30 ഒരു ടീച്ചർ വരുന്നുണ്ടെങ്കിൽ അപ്പം ക്ലാസ് റൂമിന്റെ ചില പ്രൊവിഷൻസ് ഒക്കെ ഇഷ്യൂസ് ഒക്കെ കോളേജുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ നമ്മൾ എലക്റ്റീവ്സ് എന്ന് പറഞ്ഞ കാര്യം നമുക്കില്ല. എല്ലാ കുട്ടികളും ഒരേ സമയത്ത് ഒരുപോലെയാണ് പഠിക്കുന്നത്. ഇനി അങ്ങനെ ആവില്ല. ഒരു ക്ലാസ്സിൽ തന്നെ 2 എലക്റ്റീവുകൾ ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ 5th സെമ്മിലൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾ 20 കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ 10 കുട്ടികൾ ഒരു എലക്റ്റീവും 10 കുട്ടികൾ ഒരു എലക്റ്റീവ് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് റൂമിന്റെ ഒരു ഷോർട്ടേജ് അപ്പോൾ കോളേജിൽ വരും. അതുകൊണ്ട് തന്നെ ടീച്ചിങ് അവേഴ്സ് ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലെക്സിബിലിറ്റി ചിലപ്പോൾ ആവശ്യമുണ്ടാകും. ചില ടീച്ചേഴ്സ് ചിലപ്പോൾ 8:30 രാവിലെ വന്ന് അവർ കുറച്ച് നേരത്തെ പോകേണ്ടി വരും. ചില ടീച്ചേഴ്സ് ചിലപ്പം 4:30 to 5:30 റീറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അത് കോളേജുകൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഡബിൾ മേജർ നമുക്ക് നിലവിൽ ഒരു കോളേജുകൾക്ക് തോന്നുകയാണ് പെട്ടെന്നൊരു ഡബിൾ മേജർ സ്റ്റാർട്ട് ചെയ്യണം എന്ന് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. CBSEയുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ കൃത്യമായ ഒരു പെർമിഷൻ അപ്രൂവൽ വാങ്ങിയതിനു ശേഷം മാത്രമേ നിലവിൽ ഡബിൾ മേജർ അല്ലാത്ത പുതിയ ഡബിൾ മേജറുകൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കോളേജുകൾക്ക് അങ്ങനെ സാധ്യമല്ല എന്നും യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. അതേപോലെ ഹോണേഴ്സ് വിത്ത് റിസർച്ച് യൂണിവേഴ്സിറ്റിയുടെ ഒരു അപ്രൂവൽ വാങ്ങിക്കേണ്ടതുണ്ട്. റിസർച്ച് സെന്റർ അല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകൾ അത് ഇമ്മീഡിയറ്റ്ലി തുടങ്ങേണ്ടതില്ല. 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികൾ 4th ഇയർ ആവുന്നതിന് മുമ്പായിട്ട് 3rd ഇയർ കഴിഞ്ഞിട്ട് 3rd ഇയർ ആകുമ്പോഴേക്ക് അപ്രൂവൽ വാങ്ങിയാൽ മതിയാവും. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചേഞ്ചാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സുദീർഘമായ ഒരു FIUGPയുടെ ഓറിയന്റേഷൻ വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻസുകളൊക്കെ നമ്മൾ അറിയാതെ ഏതെങ്കിലും ഓപ്ഷനൊക്കെ എടുത്തുകൊണ്ട് പിന്നീട് ആ കുട്ടിക്ക് തോന്നുകയാണ് എനിക്ക് ആ മൈനറിലൊരു PGക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആ കോമ്പിനേഷൻ എടുത്തില്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സബ്ജക്റ്റിലെയും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയോ ഡാറ്റ സയൻസിനെയോ അതുപോലെ തന്നെ അപ്ഡേഷൻസിനെയോ പുതിയ കാലഘട്ടത്തിൽ ആ സബ്ജക്റ്റിനെ എങ്ങനെ കണക്ട് ചെയ്യാം, അതുമല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന കുട്ടികളൊന്നും ചൂസ് ചെയ്യാത്ത പുതിയ കരിയർ ഓപ്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഏത് സബ്ജക്റ്റിലാണെങ്കിലും, ഇപ്പോൾ ഫിസിക്സിലും ഇംഗ്ലീഷും എടുത്തുകൊണ്ട് കുട്ടിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏത് വെറൈറ്റി ആ കുട്ടി എടുക്കുന്നത് ആ കുട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റ സയൻസിന്റെയോ കമ്പ്യൂട്ടറിന്റെയോ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ കുട്ടി കാണുന്ന ഓപ്ഷൻസ് ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന വലിയ വിശാലമായ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഓപ്ഷൻസ്, ഒരു BEdന് അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ആ രീതിയിലുള്ള, അതല്ല ഒരു PhD ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം PhDയും അതല്ലെങ്കിൽ PDF-ഉം അതിനപ്പുറത്തേക്കുള്ള സ്റ്റഡീസും റിസർച്ചും ആണെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെയാണ് വേണ്ടത്. അതല്ല പെട്ടെന്നൊരു ഡിഗ്രി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഒരു ജോലി വേണ്ട കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കോമ്പിനേഷൻസ്, ഏതെങ്കിലും ഒരു സബ്ജക്ട് ഇഷ്ടമല്ലാത്ത കാരണത്താൽ വേറൊരു കോമ്പിനേഷൻസ് എടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന നിലവിലുള്ള കോംപ്ലിമെന്ററിക്ക് പകരം ഞാൻ പറയുന്നത് കുട്ടികൾക്ക് വളരെ വിശാലമായ തലത്തിലുള്ള ഓറിയന്റേഷൻ നിർബന്ധമായിട്ടും കോളേജുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അത് ചെറിയൊരു ഷോർട്ട് ടൈം 1-2 ദിവസം കൊണ്ട് ഒരുപക്ഷെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മിനിമം യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു 1 വീക്സ് അല്ലെങ്കിൽ ഒരു 2 വീക്സിന്റെ 1 വീക്ക് കൊണ്ട് ഒരുപക്ഷെ തീരില്ല, 2 വീക്സോളം കുട്ടികളതിലേക്ക് ഓറിയന്റ് ചെയ്യുന്ന വിവിധ മൈനറുകൾ പരിചയപ്പെടുത്തുന്ന, വിവിധ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ പരിചയപ്പെടുത്തുന്ന പാത്വേകൾ നമുക്ക് ഒരു പ്രാവശ്യം കേട്ടാലൊന്നും ഒരുപക്ഷെ ഈ പാത്വേസ് ഒന്നും അത്ര മനസ്സിലാവണമെന്നില്ല. ഓരോ സബ്ജക്റ്റുകളും അതിൻ്റെ ഏറ്റവും സാധ്യമായ ഓപ്ഷൻസുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സബ്ജക്റ്റിലെ ഏറ്റവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള
അതല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കോമ്പിനേഷൻസ് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതോടൊപ്പം വളരെ ചെറിയ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻസ് കുറച്ച് കുറവായിരിക്കും. അവിടെ അവർ കുറച്ചും കൂടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആ കോഴ്സിന് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് മാക്സിമം നോക്കാവുന്നതാണ്. യൂണിവേഴ്സിറ്റി ഇപ്പോൾ ആൾറെഡി സിംഗിൾ ഫാക്കൽറ്റി ഉള്ള ഡിപ്പാർട്ട്മെന്റ് വരെ ആണെങ്കിൽ ഒരു മൈനർ ഓഫർ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവർക്ക് വർക്ക് ലോഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് അഡീഷണൽ ലാംഗ്വേജിന്റെ ഇംഗ്ലീഷിന്റെയോ ഹിന്ദി ടീച്ചേഴ്സിന് വേണമെങ്കിൽ പോലും മൈനറുകൾ പുതിയ മൈനർ കോഴ്സുകൾ നിലവിൽ കോളേജിൽ ഉണ്ടെങ്കിൽ പോലും ഓഫർ ചെയ്യാം. അതിന് യൂണിവേഴ്സിറ്റിയുടെ ഒരു പെർമിഷൻ വാങ്ങേണ്ടതില്ല. നേരെ മറിച്ച് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് പോയാൽ മതി. CDC-യിലേക്ക് നമ്മളിങ്ങനെ ഒരു പുതിയ മൈനർ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഡിമേഷൻ മാത്രം കൊടുത്താൽ മതി എന്നാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഓറിയന്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് UGP is concerned. Orientation for the teachers and also for the students. ഇനി അഡ്മിഷൻ ടു മൈനർ കോഴ്സ്, നമ്മുടെ ഒരു കോഴ്സുകളിലേക്കുള്ള മൈനറിൽ നമ്മൾ പറഞ്ഞു ആ ഓറിയന്റേഷൻ ഏത് ചൂസ് ചെയ്യേണ്ടത്, ഏത് ലെവലിലേക്കാണ് എന്നുള്ളതൊക്കെ നമ്മളുടെ ടീച്ചേഴ്സുമായി സംസാരിച്ചുകൊണ്ട്, നമ്മുടെ ഫാക്കൽറ്റി അല്ലെങ്കിൽ അത് എക്സ്പേർട്സുമായി സംസാരിച്ചുകൊണ്ടാണ് തീരുമാനിക്കേണ്ടത്. അറ്റൻഡൻസ് 75% അറ്റൻഡൻസ് കമ്പൽസറി ആണ് കുട്ടികൾക്ക് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അവർക്ക് ചേഞ്ച് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഇയർ കഴിയുന്ന സമയത്ത്, ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡും സെമസ്റ്ററും കഴിഞ്ഞ് കുട്ടിക്ക് വേണമെങ്കിൽ ഒരു മേജറും ഒരു മൈനറും എടുത്ത കുട്ടിക്ക് മൈനറിനെ മേജർ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഇതിൽ പറയുന്നുണ്ട്. ആ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ, ഒരു ചേഞ്ചിങ്ങിന് കൊണ്ടിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ 10% കുട്ടികൾക്കാണ് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ളത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഒരു 10% കുട്ടികൾ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു 10%-ന്റെ ഒരു കുറച്ച് കുട്ടികൾ, എല്ലാ കുട്ടികളും ഫുള്ള് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സീറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അത് കോളേജുകൾക്ക് തീരുമാനിക്കാം. എന്താണെങ്കിലും ഇപ്പോൾ ഫിസിക്സ് മേജർ എടുത്ത കുട്ടി കെമിസ്ട്രി മൈനർ എടുക്കും. എന്നിട്ട് 2ാം വർഷമാണെങ്കിൽ ആ കുട്ടിക്ക് മേജർ കെമിസ്ട്രിയിലേക്ക് മാറാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതിൻ്റെ ക്രൈറ്റീരിയകളൊക്കെ കോളേജ് യൂണിവേഴ്സിറ്റി മെറിറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. എന്താണെങ്കിലും അങ്ങനത്തെ ഒരു പ്രൊവിഷൻ കൂടെ ഉണ്ട്. ചില കുട്ടികൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് 2 കോഴ്സുകൾ ഒരുപോലെ ഇഷ്ടപ്പെട്ട കുട്ടികളുണ്ടാവും. അപ്പോൾ എനിക്ക് മാത്സും ഫിസിക്സും ഏതാണ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ഒരു പക്ഷേ മാത്സിന് ജോയിൻ ചെയ്തു ഫിസിക്സ് മൈനർ ആക്കി എടുത്തു. ഞാൻ പറഞ്ഞു ഒരു സിംഗിൾ മൈനർ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ അതിലും PGക്ക് പോവാം. അതോടൊപ്പം ഒരു ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും കഴിയുന്ന സമയത്ത് കുട്ടിക്ക് തോന്നുകയാണ് ഈ മൈനർ അല്ല എനിക്ക് വേണ്ടത്, ഈ മൈനർ എൻ്റെ മേജർ ആക്കി മാറ്റണം. അതിനുള്ള ഒരു പ്രൊവിഷനും യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. മുഴുവൻ കുട്ടികൾക്കല്ല, ഒരു 10% സ്റ്റുഡൻസിന് അതിനുള്ള ചേഞ്ചിങ് ഓപ്ഷൻ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ആ മൈനറിൻ്റെ പേപ്പർ മേജറിൻ്റെ ക്രെഡിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെ അവിടെ നടക്കുന്നു. ഇതിനാണ് നമ്മൾ സ്വിച്ചിങ് ദ മേജർ പെർമിറ്റഡ് വിത്തിൻ ദ കോളേജ്. ഇതിലൊരു ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ട്രാൻസ്ഫർ നേരത്തെ നമ്മൾ ഇതിൻ്റെ യൂണിവേഴ്സിറ്റി ഒക്കെ പറ്റുന്നതായിരുന്നുള്ളൂ. നമുക്ക് ഏത് കോളേജുകളും തമ്മിൽ, അതുപോലെ തന്നെ ഏത് യൂണിവേഴ്സിറ്റികൾ തമ്മിൽ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള കുട്ടികൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള പല ആളുകൾക്കും ടീച്ചേഴ്സ് എന്തെങ്കിലും രീതിയിൽ ട്രാൻസ്ഫർ ആവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഒരു പഠനം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി അവർക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലേക്കും അവർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇതിൽ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. NCC NSS കോഴ്സുകൾക്ക് അഡീഷണൽ ഗ്രേഡ് മാർക്കുകളും അഡീഷണൽ ഗ്രേഡുകളും ക്രെഡിറ്റുകളും ആൾറെഡി ഉള്ള പോലെ തന്നെ ലഭിക്കുന്നുണ്ട്. അത് അക്കാഡമിക് ബെനിഫിറ്റ്സ് അവർക്ക് അതിൽ നിന്ന് സെക്യൂർ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വലിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള
ഓൺലൈൻ കോഴ്സസ് കുട്ടികൾക്ക് ചൂസ് ചെയ്തുകൊണ്ട് അക്കാഡമിക് ബാങ്ക് ഓഫ് സ്റ്റഡീസിൽ അവർക്ക് അവരുടെ CV നമുക്ക് കാണിക്കാം. നമുക്ക് ഇത്രയും അഡീഷണൽ കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന്. അത്തരത്തിലുള്ള ടാലന്റഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ലേണേഴ്സിലുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഇതിൽ ഉണ്ട്. ഇത്രയൊക്കെയാണ് ജനറലി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി സാറേ, സാർ. ഹലോ സർ. ആ. ഇനി നമുക്ക് ചോദ്യോത്തര വേളയാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് സംശയങ്ങളോ എന്തെങ്കിലും ഇവിടെ കാണുന്ന ഗൂഗിൾ ഫോമിൽ, ഇവിടെ ചാറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് ചോദിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിലൊരു 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സർ. അപ്പോൾ ഇതിലൊന്ന് ഐഷ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്, +2 കൊമേഴ്സ്. ക്യാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് BA ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഇൻ ഹൈദരാബാദ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. BA ഇംഗ്ലീഷ് ഫോറിൻ FLU ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. സാർ, നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദില് BA ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ് ഒക്കെ ഉണ്ടോ എന്നാണ് കുട്ടി ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഷുഹൈബ് ജി, നമ്മുടെ ഈ ഇന്നത്തെ പ്രസന്റേഷൻ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാം സാർ. ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. ഒരു ഷഹറ ബാനു എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഇഫ് ഐ ചൂസ് മേജർ വിത്ത് 6 ഡിഫറെന്റ് മൈനർ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യാം. അതായത് ആ കുട്ടി ചോദിച്ചത് എനിക്ക് തോന്നുന്നു, ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് FLUമായി കമ്പൈൻ ചെയ്തുകൊണ്ട് കോഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരിക്കും അല്ലേ? കുട്ടി ഇതിലുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം ഒന്നും കൂടെ പറഞ്ഞാണ്. മൈക്കിലൂടെ തന്നെ ചോദിക്കാം. അതായത് കാര്യം, ഇതില് ഒരു കോർട്ടാങ്കിൾസ് ഇതിൽ കിടക്കുന്നുണ്ട്. അതായത് ഒന്ന് UGC, മറ്റൊന്ന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, മറ്റൊന്ന് യൂണിവേഴ്സിറ്റി, മറ്റൊന്ന് കോളേജ്. ഈ 4 പോയിന്റുകൾ അവിടെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം UGC വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും ഓരോ കാര്യങ്ങളിലും. UGC പറയും നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏത് കോഴ്സസും ചൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു മേജർ മൈനർ വിഷയത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്, മൈനറിൽ വേണമെങ്കിൽ PGക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്തൊരു സാധനം വരുന്നു, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, നമ്മളെ കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട്. അവരും കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇങ്ങനെ നമുക്ക് കോഴ്സുകൾ അക്വയർ ചെയ്യാം എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നു. യൂണിവേഴ്സിറ്റി വരുമ്പോഴേക്ക് കുറച്ചുകൂടെ ലിമിറ്റ് ചെയ്യുന്നു കോഴ്സസ് എടുക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ. ഇൻ ബിറ്റ്വീൻ യൂണിവേഴ്സിറ്റിയുടെയും കോളേജിനും ഇടയിൽ ഓരോ ബോർഡ് ഓഫ് സ്റ്റഡീസുകളുണ്ട്. ഓരോ ബോർഡ് ഓഫ് സ്റ്റഡീസിനും വലിയൊരു സ്പേസ് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ചില ബോർഡ് ഓഫ് സ്റ്റഡീസ് ഓൺലൈൻ കോഴ്സസ് ഇതുവരെ കൊടുത്തിട്ടില്ല. കാരണം അവരുടേതായ ചില ന്യായങ്ങൾ അവർ പറയുന്നുണ്ട്. ഓൺലൈൻ കോഴ്സസ് അത്രയും നല്ല 4 ക്രെഡിറ്റിന്റെ ഓൺലൈൻ കോഴ്സസ് അവരുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അവൈലബിൾ അല്ല. അപ്പം പിന്നെ ഉള്ളത് കോളേജുകളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചില ഓപ്ഷൻസ് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിശാലമായിട്ട് തോന്നാം. ഏത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുമായിട്ടുണ്ടോ അത് ടൈപ്പ് ആവാം, അതിൽ നിന്ന് കോഴ്സ് എടുക്കാം, അത് നമുക്ക് അക്കാഡമിക് ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്നൊക്കെ. പക്ഷെ പ്രാക്ടിക്കൽ സെൻസിൽ ആ കോളേജുകളും ആ ബോർഡ് ഓഫ് സ്റ്റഡീസും ആ സബ്ജക്റ്റും ആ യൂണിവേഴ്സിറ്റിയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ വരുന്നത്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ഒരു കോളേജിൽ ഇല്ലാത്ത ഒരു പ്രൊവിഷൻ അടുത്തൊരു കോളേജിൽ നിന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പോലും യൂണിവേഴ്സിറ്റി ഡിലേ ചെയ്യുന്നില്ല, ഹയർ എഡ്യൂക്കേഷൻ ഡിലേ ചെയ്യുന്നില്ല, UGCയും ഡിലേ ചെയ്യുന്നില്ല. ബട്ട് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി അത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കോളേജും ഈ ബോർഡ് ഓഫ് സ്റ്റഡീസും യൂണിവേഴ്സിറ്റിയും ഒരു ഫൈനൽ ഡിസിഷൻ പറയേണ്ടതുണ്ട്. അത് എന്തായാലും ഈ ഫസ്റ്റ് സെമസ്റ്റർ കഴിയുന്ന മുറക്കൊക്കെ ആ കുട്ടിക്ക് ആ രീതിയിലുള്ള ഒരു റിപ്ലൈ വളരെ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. ക്ലിയർ ആയി വിചാരിക്കുന്നു.
ഹലോ. സർ, അടുത്തൊരു ചോദ്യമുണ്ട്. ആ. ഒരു ഷഹറ ബാനു. If I choose major with 6 different minors, Yeah. can I do PG in all those 6 minors? ഇല്ല, ഞാനത് പറഞ്ഞു. എൻ്റെ പ്രസന്റേഷൻ കേട്ടൊരു കുട്ടിയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. മേജറിന്റെ കൂടെ നിങ്ങൾക്ക് 3 മെയിൻ ആയിട്ട് ഓപ്ഷൻസ് പറഞ്ഞു ഞാൻ. മേജറിന്റെ കൂടെ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാം, മേജറിന്റെ കൂടെ 2 സബ്ജക്റ്റ് എടുത്ത് പഠിക്കാം, മേജറിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ഓഫ് 6 സബ്ജക്ട്സ് എടുത്ത് പഠിക്കാം. അവിടെ നിങ്ങൾക്ക് മേജറിന്റെ കൂടെ ഒരൊറ്റ സബ്ജക്റ്റ് എടുത്ത് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ PGക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് മേജർ വിത്ത് ഒരു മൈനർ, ഒറ്റ മൈനർ ആ കുട്ടിക്ക് ഉണ്ടാവുള്ളൂ. ആ മൈനർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്ററിൽ 2 പേപ്പർ ആ കുട്ടി പഠിക്കുന്നുണ്ട്, സെക്കൻഡ് സെമസ്റ്ററിൽ 2 പേപ്പർ പഠിക്കുന്നുണ്ട്, തേർഡ് സെമസ്റ്ററിൽ 2 പേപ്പർ പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ആ കുട്ടിക്ക് 8ാമത്തെ സെമസ്റ്ററിൽ 2 പേപ്പറോട് എടുത്തുകൊണ്ട് ഇപ്പൊ ഈ 3 സെമസ്റ്ററിലുള്ളത് 24 ക്രെഡിറ്റ് ആവുന്നുള്ളൂ. യൂണിവേഴ്സിറ്റി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് 32 ക്രെഡിറ്റ് വേണം. അപ്പൊ ഫസ്റ്റ് സെമസ്റ്ററിലെ 2, സെക്കൻഡിലെ 2, തേർഡിലെ 2 പ്ലസ് 8ാമത്തെ സെമസ്റ്ററിലെ ഒരു 2 കോഴ്സും കൂടെ മൈനറിൽ എടുത്താൽ ആ കുട്ടി തീർച്ചയായിട്ടും PGക്ക് പോകാൻ പറ്റും. സാറേ ക്ലിയർ ആയില്ലേ? ഓക്കെ സർ. അടുത്തത് ഒരു ആദിൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. സർ, ഈസ് ദ FIGP applicable for engineers college under KTU? ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രൊഫഷൻസ് നമുക്കറിയില്ല. കാരണം വെച്ചാൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ആർട്സ് ആൻഡ് സയൻസ് വിങ് ആയതുകൊണ്ട് എഞ്ചിനീയറിംഗിൽ ഇത് എത്ര ആപ്ലിക്കബിൾ ആണ്, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയില്ല. അടുത്തത് അഷ്മാഷ് എന്ന് പറയുന്നത് ആൾറെഡി ICTയുടെ കീഴിൽ വരുന്നതും 4 ഇയർ പ്രോഗ്രാമുമാണ്. അവർ നിലവിലുള്ള ഒരു സ്ട്രക്ചറിൽ ഇപ്പൊ അതിൽ ഈ കുട്ടി ചോദിച്ചതിനോട് അഡീഷണൽ ആയിട്ട് ഞാൻ പറയാണ്, കേരളത്തിലുള്ള BVOC കോഴ്സുകൾ ഇപ്പൊ നിലവിൽ ഈ FIGPയുടെ ഫ്രെയിംവർക്ക് വരുന്നില്ല. അതുപോലെ കേരളത്തിൽ ഇപ്പൊ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസ്പെഷ്യലി ഉള്ള ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ UG PG ക്ലബ് ചെയ്തിട്ടുള്ള ഇന്റഗ്രേറ്റഡ് PG കോഴ്സുകളും FIGPയുടെ ഈ വർഷത്തെ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ പോലും BVOCിലുള്ളതോ ഇന്റഗ്രേറ്റഡ് MSCയിലുള്ള കുട്ടികളൊന്നും FIGPയുടെ പരിധിയിലല്ല വരുന്നത്. സർ, അടുത്തത് അഷ്മാഷ് എന്ന് പറഞ്ഞത്, ഇഫ് ഐ വാണ്ട് ടു കംപ്ലീറ്റ് MBA, then which should I opt, BA Economics or BCom for best of my opportunities? എന്താണ് ക്വസ്റ്റ്യൻ സാറേ? If I want to complete MBA, then which should I opt, BA Economics or BCom for my best of my opportunities? അത് ആ കുട്ടിയുടെ ഒരു ആസ്പിറേഷൻ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ആ കുട്ടിക്ക് അശംസ ഇവിടെ ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി ചോദിക്കാവുന്നതാണ്. കാരണം MBA എന്ന് പറയുന്നത് ഒരു വൈഡർ ഓപ്ഷനാണ്. നമുക്കറിയാം നിലവിൽ എനി ഡിഗ്രി കാറ്റഗറിയിൽ പോകുന്ന കുട്ടികൾക്ക് അത് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ചില കുട്ടികൾക്ക് കുറച്ചുകൂടെ സ്പെസിഫിസിറ്റി ആവശ്യമുണ്ട്. അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ MBAയിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ BA എക്കണോമിക്സ് എടുക്കുന്ന ഒരു കുട്ടി MBA ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ആ കുട്ടിക്ക് ആ കോളേജിൽ BBA ഉണ്ടെങ്കിൽ BBAയുടെ മേജർ കുട്ടികളുടെ കൂടെ മൈനർ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് അതുപോലും അത്ര സാധ്യത കുറവാണ്. കാരണം BBAയുടെ കുട്ടികൾ ഫുള്ളും അത് മേജറിന്റെ പേപ്പറാണ്, കോളേജിലെ ടൈം ടേബിളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ആ കോളേജ് അത് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, 2 രീതിയിൽ. ഇപ്പൊ ഒന്ന്, ആ കുട്ടിക്ക് വേണമെങ്കിൽ MA എക്കണോമിക്സിന് പോകാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആ കുട്ടിക്ക് മാനേജ്മെന്റിൽ അതിൽ MBA എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ. കാരണം മാനേജ്മെന്റ് ആണ് ആ കുട്ടി മൈനറായിട്ട് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു
രണ്ട് വിഷയങ്ങളെ നമ്മൾ ഒന്നിച്ച് പോകണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് എപ്പോഴും നല്ലത് ഒരു സബ്ജക്റ്റിന്റെ കൂടെ ഒരു മേജറിന്റെ കൂടെ ഒരൊറ്റ മൈനർ അപ്പ് ചെയ്യുന്നതായിരിക്കും. അതല്ല നമുക്ക് ഡിഫറെന്റ് സ്കിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ചില കോളേജുകളൊക്കെ നമ്മളെ കോഴ്സുകളൊക്കെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല പേരുകളും ഇപ്പം മാത്സിന്റെ ഒക്കെ ഉണ്ട്, മാത്തമാറ്റിക്സ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ്, മൾട്ടി ഡിസിപ്ലിനറി ആണെങ്കിൽ അപ്പൊ ആ രീതിയിലുള്ള ഇംഗ്ലീഷ് ഫോർ കണ്ടന്റ് റൈറ്റിംഗ്. നമുക്ക് നമ്മളുടെ ഓരോരോ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് സബ്ജക്റ്റിൽ നിന്നുള്ള ഡിഫറെന്റ് പേപ്പേഴ്സ് എടുത്തുകൊണ്ട് ഒരു പക്ഷെ ആ കുട്ടിക്ക് ആ ഡിഗ്രി പൂർത്തിയാവുന്നതോടു കൂടി പല കപ്പാസിറ്റീസും വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അവിടെ ആ ഒരു കുട്ടിയുടെ ചോയ്സ് ആണ്. ഇപ്പൊ MBA ആണെങ്കിലും ടോട്ടലി നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതിന് ആ മാനേജ്മെന്റിന്റെ പേപ്പേഴ്സ് തന്നെ വേണമെങ്കിൽ എടുക്കണം എന്നില്ല. ഒരു പക്ഷെ ആ കുട്ടിയുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള പല സബ്ജക്ട്സിനെ എടുത്തു കഴിഞ്ഞാലും ഒരു പക്ഷേ ആ കുട്ടിക്ക് എക്സൽ ചെയ്യാൻ പറ്റും. സർ ഇനി ചോദ്യങ്ങൾ വന്നായിട്ടൊന്ന് സോറി ഒരു ചോദ്യം കൂടി. ഈസ് ഇറ്റ് ബെറ്റർ ടു പെർസ്യൂ ഇന്റഗ്രേറ്റഡ് 5-year MBA ഓർ MBA ആഫ്റ്റർ BBA? ഒരു ഫബിൻ റോഷൻ. എനിക്ക് തോന്നുന്നത് അത്തരം ക്വസ്റ്റ്യൻസ് ജനറൽ ക്വസ്റ്റ്യൻസ് FIUGP ബന്ധപ്പെട്ടതല്ലാത്ത ക്വസ്റ്റ്യൻസ് വേറെ തന്നെ ഡെസ്കിൽ ഡിസ്കസ് ചെയ്യാം. ഈ ടോപ്പിക്കിൽ ഓറിയന്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടാ. ഓക്കെ സർ. ഓക്കെ, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ. ഒന്ന് ആദ്യം ഹസ്കർ മാഷ് വളരെ നന്നായിരുന്നു. നിങ്ങളുടെ പ്രസന്റേഷൻ വളരെ എലാബറേറ്റഡ് ആയിട്ട് ഏകദേശം എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്ന രൂപത്തിൽ സാർ കവർ ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. അപ്പൊ അതില് പിന്നെ സിജിയുടെ കരിയർ കൗൺസിലേഴ്സും കൂടി ഇതിലുള്ളത് കൊണ്ട് ഇനി നിങ്ങൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട 2-3 അഡീഷൻസ് ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒന്നാമത്തത്, നമ്മൾ ചിലപ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് ഈ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ള കുട്ടികളൊക്കെ 3 year കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള പ്രവണത കൂടാൻ സാധ്യതയുണ്ട്. അത് ഡിസ്കറേജ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം ഈ FIUGPയുടെ സ്പിരിറ്റ് തന്നെ 4 year ഓണേഴ്സ് ഡിഗ്രി വാങ്ങിക്കുക എന്നുള്ളതാണ്. വളരെ അത്യാവശ്യമായിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് പുറത്ത് പോകേണ്ടുന്ന കുട്ടികൾ മാത്രമേ എക്സിറ്റ് ചെയ്ത് പോകാൻ പാടുള്ളൂ. പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ്, സ്വാഭാവികമായിട്ട് ഇപ്പൊ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് നല്ല ബെറ്റർ പ്ലേസ്മെന്റ് എന്നുള്ള അർത്ഥത്തിലാണ്. കമ്പനികളിൽ, മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ഉള്ള പ്ലേസ്മെന്റ്. അത്തരം ആളുകൾ സ്വാഭാവികമായിട്ടും 4 year വിത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുകയും അത് നല്ലൊരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കമ്പനിയോ സിമിലർ ഓർഗനൈസേഷൻസോ അവർ അബ്സോർബ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിനെ എൻകറേജ് ചെയ്യുക. അതായത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഒരു ജോബ് പ്രിഫർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 4 year ഓണേഴ്സ് ചെയ്യുകയും അതിലൂടെ അവരൊരു കമ്പനികളിലേക്ക് ജോലിക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതൊരു പോയിന്റ്, കുറച്ച് കുട്ടികൾ സ്വാഭാവികമായിട്ട് നല്ല റിസർച്ച് കപ്പാസിറ്റി ഉള്ള കുട്ടികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഒരു 20-25% കുട്ടികളൊക്കെ അങ്ങനെ സാധാരണ ഒരു ക്ലാസ് റൂമിൽ മാക്സിമം അത് ഉണ്ടാവുള്ളൂ. അത്തരം കുട്ടികളെ 4 year വിത്ത് റിസർച്ച്, 4 year ഓണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ അവരോട് പറയേണ്ട, നേരത്തെ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർ 75% മാർക്ക് സ്കോർ അക്വയർ ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് ഈ റിസർച്ച് ഡിഗ്രി കിട്ടുള്ളൂ. അത് കിട്ടിയാൽ അവർക്ക് നെറ്റ് എക്സാമിനേഷൻ എഴുതാം, നേരിട്ട് PhDക്ക് പോകാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യേണ്ടുന്നത്. പിന്നെ നേരത്തെ ഒരു കുട്ടി ചോദിച്ചു MBAക്ക് ഏതാണ് ഓപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ഇത്തരം ചോദ്യങ്ങൾ കുട്ടികൾക്ക് വരും. അതിന് നേരത്തെ സാറ് പറഞ്ഞ പോലെ അതാണ് ഈ FIUGPയുടെ ബേസിക് സ്പിരിറ്റ്. അതാണ്, ഫ്രീഡം ആണ് കുട്ടികൾക്ക്. ഏത് തരത്തിലേക്കും പോകാനുള്ള ഫ്രീഡം ആണ്. നേരത്തെ ഒരു കുട്ടി ചോദിച്ചല്ലോ 6 മൈനർ എടുത്താൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അത് ഉദ്ദേശിക്കുന്നത്, ഒരു കുട്ടി ഇപ്പൊ സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു സബ്ജക്ട് മേജർ എടുത്തിട്ട്, സിവിൽ സർവീസ് തന്നെ ഒരുപക്ഷെ അവരുടെ എലക്റ്റീവായിട്ട് അവർ ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനെ മേജർ ആയിട്ട് എടുത്തിട്ട് ഡിഫറെന്റ് മൈനേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ സിവിൽ സർവീസിൽ ആ പാർട്ട് അവർക്ക് കവർ ചെയ്യാൻ പറ്റും. ഹിസ്റ്ററി ഒരു മൈനർ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ സിവിൽ സർവീസിൽ ഹിസ്റ്ററി പാർട്ട് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ സിവിൽ സർവീസ് പോലുള്ള ജനറൽ ആയിട്ട് കുറെ ഏരിയകൾ കവർ ചെയ്യേണ്ടുന്നത് വരുന്ന ആളുകളെയാണ് ഡിഫറെന്റ് മൈനേഴ്സ് എടുത്തുകൊണ്ട് ഒരു മേജർ ഫോക്കസ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ആ ഒരു മേജർ മാത്രമേ ഉണ്ടാവുള്ളൂ. മൈനർ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നില്ല, പല പല ബാസ്ക്കറ്റുകളിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം കുട്ടികൾ, ഇപ്പൊ MBA എടുക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും MBAയുടെ കാറ്റ് എക്സാമിനേഷൻ ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കാറ്റിന്റെ 1/3 പിന്നെ മാത്തമാറ്റിക്സ് ആണ്, 1/3 റീസണിങ് ആണ്, 1/3 ലാംഗ്വേജ് ആണ്.
അപ്പൊ അതിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള മൈനറുകൾ കുട്ടികൾ എടുക്കുകയാണെങ്കിൽ ആ കുട്ടി ഇപ്പൊ കാൽക്കുലസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ MBA കാറ്റ് എക്സാമിനേഷന്റെ കാൽക്കുലസ് അവിടെ നിന്ന് കിട്ടും. അപ്പൊ കുട്ടി മേജർ എക്കണോമിക്സ് എടുത്താലും ഇനി മേജർ വേറെ സബ്ജക്ട് എടുത്താലും ആ കുട്ടിക്ക് ഈ ഏരിയ അതിൽ നിന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ആ കുട്ടിയുടെ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് വേണം മേജറും മൈനറും ഒക്കെ എടുക്കാം. ഗവൺമെന്റ് ജോബ്, നേരെ അതും സാറ് സൂചിപ്പിച്ചു, ഗവൺമെന്റ് ജോബിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ CGL വിളിച്ചിരിക്കുന്നു. ഇപ്പൊ CGL നമുക്കറിയാം 4 പാർട്ടാണ് ഉള്ളത്. ആ പാർട്ടിൽ 1/4 മാത്തമാറ്റിക്സ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് QT എന്ന് പറയുന്നത്, 1/4 ഇംഗ്ലീഷ് ആണ്, 1/4 GK ആണ്, 1/4 മെന്റൽ എബിലിറ്റി ആണ്. അപ്പൊ ഈ അതിന് സ്യൂട്ടബിൾ ആവുന്ന ഒരുപാട് ബാസ്ക്കറ്റുകൾ ഇപ്പോൾ ഈ മൈനർ ഓപ്ഷൻസിലും അതേപോലെ സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അത് കവർ ചെയ്ത് വരുന്ന കുട്ടിക്ക് അത്തരത്തിലുള്ള ഗവൺമെന്റ് ജോബ് CGL എക്സാമിനേഷൻ ആണെങ്കിലോ മറ്റ് എക്സാമിനേഷനോ കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ അർത്ഥത്തിൽ കുട്ടികൾക്ക് അവരുടെ ഇഷ്ടമനുസരിച്ചിട്ടും അവരുടെ പ്ലാൻ അനുസരിച്ചിട്ടും ചൂസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിക്ക് 3.5 വർഷം കൊണ്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പം നേരത്തെ ഡിഗ്രി എടുക്കാം, നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ അഡീഷണൽ ആയിട്ട് കുറെ ക്രെഡിറ്റുകൾ പഠിച്ചെടുക്കാം, ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആയിട്ട് കുറെ ക്രെഡിറ്റ് എടുക്കാം. അപ്പൊ ഈ കുട്ടി ഫർദർ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയുടെ ക്രെഡിറ്റ് ബാങ്കിൽ ABC ആ ക്രെഡിറ്റ് ബാങ്കിൽ അത്രയും ക്രെഡിറ്റുകൾ കിടക്കുന്നത് കുട്ടിക്ക് ഫ്യൂച്ചറിൽ ഫെലോഷിപ്പുകൾ കിട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഈ രീതിയിൽ വേണം നമ്മൾ കുട്ടികളെ ഇതിൽ പ്രചോദിപ്പിക്കാൻ. പിന്നെ സാർ അവസാനം പറഞ്ഞു വെച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതിലും കുട്ടികൾക്കും നമ്മുടെ കരിയർ ഗൈഡുമാർക്കും ഒരു റോൾ ഉണ്ട്. അതായത് ഇതിന്റെ ബേസിക് സ്പിരിറ്റ് UGC ഇത് കൊണ്ടുവരും. അത് UGC മാത്രമല്ല, ഇതൊരു ഗ്ലോബൽ ഫിനോമിനയാണ്. ലോകവ്യാപകമായിട്ട് SDG 4ന്റെ ഭാഗമായിട്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 4ന്റെ ഭാഗമായിട്ടാണ് ഈ മൂവ്മെന്റ് നാഷണൽ NEP-യിലേക്ക് വരുന്നത്. NEP-യെ ബേസ് ചെയ്തിട്ടാണ് UGC റെഗുലേഷൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ വർക്ക് ചെയ്യുന്നത്. അതനുസരിച്ച് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ മോഡൽ കരിക്കുലം ഫ്രെയിംവർക്ക് വെച്ചിട്ടാണ് യൂണിവേഴ്സിറ്റികൾ കരിക്കുലം ഫ്രെയിം ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ റെസ്ട്രിക്ഷൻസ് കവർ ചെയ്യാൻ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് വളരെ കൂടുതൽ, കാരണം ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ അവസാനം എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം വന്ന പോലെ പ്രത്യേകിച്ച് ഒരു ചോയ്സും ഇല്ലാത്ത രൂപത്തിലേക്കായി മാറുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഇതിനകത്തുണ്ട്. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാരന്റ്സിനെയും വിദ്യാർത്ഥികളൊക്കെ ബോധവൽക്കരിക്കുകയും അവർ കോളേജുകളിൽ ആവശ്യപ്പെടുകയും ചെയ്യണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുന്നത് BCom കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് അക്കാഡമിക്സിൽ ചർച്ച നടക്കുന്നുണ്ട്. BCom മേജർ എടുത്തൊരു കുട്ടിക്ക് മൈനറായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സ് എടുക്കാൻ പറ്റില്ല എന്ന രൂപത്തിലുള്ള ഒരു ഡിസ്കഷൻ വരുന്നു. അത് കുട്ടികൾക്ക് ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കും. കാരണം എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റ്സ് ഡിപ്പാർട്ട്മെന്റിലെ റിസർച്ച് ഓഫീസർ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ തന്നെ കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു മൈനർ കോഴ്സ് ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് അവിടെ അത് കവർ ചെയ്യാൻ പറ്റില്ല, അതിന് എലിജിബിൾ ആയില്ല. സാർ എങ്ങനെ ഈ കൊമേഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക് മൈനർ വേണമെങ്കിൽ എക്കണോമിക്സിൽ എടുക്കാം, എടുക്കണം, അതായത് എടുക്കണം എന്നാണ് ഇപ്പൊ ഇതുള്ളത്. പക്ഷെ അതിപ്പോ ഒരു ചർച്ച എടുക്കുന്നതിന് തടസ്സമില്ല. അപ്പൊ അത് പിന്നെ അങ്ങനെ എടുക്കാൻ സാധിക്കണം മൈനർ കോഴ്സുകളായിട്ട്. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും 2 മൈനർ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഫൈനാൻഷ്യൽ എഞ്ചിനീയറിംഗിൽ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്തമാറ്റിക്സ് നല്ലൊരു സബ്ജക്റ്റ് ആണല്ലോ, തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ കൊമേഴ്സുകാര് അപ്പൊ ആ രൂപത്തില് എടുക്കാൻ കോളേജുകളിലെ കൂടെ വില്ലിങ് ആക്കണം. ഇപ്പൊ ചില കോളേജുകൾ അത് പിന്നെ ഓഫർ ചെയ്യുന്നില്ല. ഞങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു കോളേജിൽ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളിപ്പോൾ കൊമേഴ്സുകാർക്ക് ഞങ്ങൾ കോംപ്ലിമെന്ററി ഒന്നും ഓഫർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ മൈനർ ഓഫർ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അവിടെ വിദ്യാർത്ഥികളാണ് ആവശ്യപ്പെടേണ്ടത് ഞങ്ങൾക്ക് ആ മൈനർ ഓഫർ ചെയ്യണമെന്ന്. അതിന് സാധ്യമാകുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് മറ്റൊരിടത്തു നിന്ന് അത് എടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത് ഓരോ കുട്ടിയും വളരെ പ്രധാനപ്പെട്ടതാണെന്ന ബോധ്യത്തിൽ നമ്മൾ കരിയർ ഗൈഡുമാര് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ കൊടുക്കാൻ. അപ്പൊ അതത് ബാസ്ക്കറ്റുകൾ കുട്ടികളുടെ ഫ്രീഡത്തിന് നമ്മൾ എല്ലാ രീതിയിലും അതിനുള്ളൊരു അവസരം, കുട്ടിക്ക് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം. അതേപോലെ നേരത്തെ സാറ് പറഞ്ഞ പോലെ അധ്യാപകരുടെ ഫ്രീഡം ഉണ്ട്. അത് അധ്യാപകരുടെ വേദിയിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. ആ രീതിയിൽ അധ്യാപകരും എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത്രയാണ് ഇതിനൊരു അനുബന്ധമായിട്ട് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ നമ്മുടെ കരിയർ ഗൈഡുമാരുടെ ഡിസ്കഷനിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാം. അസ്കർ മാഷ്ക്ക് വളരെ വളരെ അസ്കർ മാഷ് സബ്ജക്റ്റ് ഞാൻ മറന്നുപോയി സാറ്. അമ്പാട് ഫുഡ് ടെക്നോളജി. ഓക്കെ. അപ്പോൾ വളരെ വളരെ നന്നായിരുന്നു. ആ ഒരു സയൻസ് ടീച്ചറുടെ ഒരു പ്രാഗൽഭ്യത്തോടു കൂടിയാണ് സാർ വളരെ പ്രിസൈസ് ആയിട്ട് എല്ലാ പോയിന്റുകളും ഇത്രയും സമയത്തിനുള്ളിൽ മുഴുവൻ കാര്യങ്ങളും ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. അപ്പൊ ഇൻക്ലൂഡ് ഈ N-1 ഞാൻ പരാമർശിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ അഡ്വാൻസ്ഡ് ലേണേഴ്സിനുള്ള ഓപ്ഷനെ
അതെ 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 തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾ ഒരുപാട് പേര് അതെ. ഇത്രയൊന്നും അവർ പറയാറുണ്ട്. ഇപ്പൊ തന്നെ പലപ്പോഴും നമ്മളെ കുട്ടികൾ എന്തിനാണ് ഡിഗ്രിക്ക് പഠിക്കുന്നത്, ഞാനിത് ഒറ്റ കൊല്ലം കൊണ്ട് മുഴുവൻ പഠിച്ചു തരാം എന്ന് പറയുന്ന ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കുട്ടികൾ, ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളെ അപ്പോ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ആ കുട്ടികള് ഏകദേശം ഒരു 8 പേപ്പേഴ്സ് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം, അഡ്വാൻസ് ചെയ്ത്. അവര് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ലാസ്റ്റ് മീറ്റിംഗിലും പറഞ്ഞിട്ടുള്ളത് പ്രൊജക്റ്റ് അടക്കം അവർക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ചെയ്ത് തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോ യെസ് യെസ് ഈ പേപ്പേഴ്സ് എടുക്കുന്ന കാര്യത്തില് ഈ പിന്നെ ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞോടുകൂടി ആ കുട്ടിക്ക് 6ാം സെമസ്റ്ററിലെയോ 5ാം സെമസ്റ്ററിലെയോ അഡീഷണൽ പേപ്പേഴ്സ് ആ കുട്ടിക്ക് അക്വയർ ചെയ്യുന്ന രീതിയിൽ തുടങ്ങണം. അപ്പൊ അതൊക്കെ നമ്മൾ ടീച്ചേഴ്സ് കുറച്ച് കുട്ടികളെങ്കിലും അങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോകേണ്ടതൊക്കെ ഉണ്ടാവാം. അപ്പൊ ടീച്ചേഴ്സ് ആണ് ശരിക്കും കറക്റ്റ് ആയിട്ട് ഇതിൽ ഓറിയന്റ് ചെയ്യേണ്ടത്. അതെ, ടാലന്റ് സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേക സ്കില്ല് കൂടിയാണ്. US-ലൊക്കെ അതിനൊരു ടോപ്പിക് ഉണ്ട്. ടാലന്റ് സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ആണ് അവിടെ. അപ്പൊ നമ്മൾ ശരിക്കും അത്തരം കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു 5% 10% കുട്ടികളൊക്കെ നമ്മുടെ കോളേജുകളിൽ വരുന്നത് വളരെ എക്സ്ട്രാ ഓർഡിനറി കുട്ടികളുണ്ട്. പക്ഷെ അവരും ഒന്നുമല്ലാതായി പോകുന്നത് നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാറ്. അവര് ശരിക്കും അവർക്ക് പറ്റുന്ന ഒരു സിസ്റ്റത്തിനകത്തേക്ക് അവർ വന്നു കഴിഞ്ഞാൽ വളരെ എക്സൽ ചെയ്യാൻ പറ്റുന്ന, സൊസൈറ്റിക്ക് വല്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികളായി മാറും അവർ. ഓക്കെ, അസ്കർ മാഷ്. അല്ലേ അസ്കർ മാഷ് ഇല്ലേ ഗ്രൂപ്പിലെ ഡയറക്ടർ അസ്കർ മാഷ്? ഇപ്പൊ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലേ? ഓക്കെ, ബഹുമാനപ്പെട്ട ഇന്നത്തെ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ, അതുപോലെ ZA സാർ, മറ്റു സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സിജിയുടെ കരിയർ ഡിവിഷന്റെ കീഴിൽ എല്ലാ ഞായറാഴ്ചയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കരിയർ സൺഡേ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം. ഇതിൽ ഒരു ടോപ്പിക് നമ്മൾ പ്രസന്റ് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാം, അതുമായി ബന്ധപ്പെട്ടതല്ലാത്ത സംശയങ്ങളും ആവാം. ഇന്ന് വളരെ വലിയ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് ഈ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ് കൂടുതൽ ആൻസർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അടുത്ത ഞായറാഴ്ചകളിലെ പ്രോഗ്രാമുകൾക്ക് കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാം. ഈ ഒരു വലിയ വിഷയം FIUGP 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് സമഗ്രമായിട്ട് അവതരിപ്പിച്ച അസ്കറിനുള്ള നന്ദി സിജി കരിയർ ഡിവിഷന്റെ പേരിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ZA സാർ, ദെൻ നമ്മുടെ PR ഡയറക്ടർ സക്കരിയ സാർ, ദെൻ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ഷുഹൈബ് സാർ, എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി ശ്രദ്ധ വീക്ഷിച്ച വിദ്യാർത്ഥികൾ, അതുപോലെ രക്ഷിതാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും നല്ല ഒരു അക്കാദമിക് ലൈഫ്, തുടർന്നൊരു കരിയർ ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ.